നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് കുറ്റകൃത്യങ്ങളുടെ ലോകത്തിലേക്ക് സ്വാഗതം. നമ്മളെ കേരളീയ മനസാക്ഷിയെ വല്ലാതെ ഞെട്ടിച്ചാണ് പാലക്കാട് നെന്മാറയിലെ ഇരട്ട കൊലപാതകം. ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുമുണ്ട്. അന്ധവിശ്വാസത്തിൻ്റെ പുറത്ത് ഒരാൾ, ഒരു മാനസിക രോഗമുള്ള ഒരാൾ തുടർച്ചയായി നടത്തുന്ന കൊലപാതകങ്ങൾ, അതിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ നിസ്സാരമല്ലാത്ത നിരവധി വീഴ്ചകൾ, ഇതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഈ കേസിലെ പ്രതി ചെന്താമരയ്ക്ക് തെളിവെടുപ്പിലും യാതൊരു കൂസലുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതിക്രൂരമായ കൊലപാതകം നടന്ന സ്ഥലങ്ങളിൽ പ്രതിയെ തെളിവെടുപ്പിലെത്തിച്ചു. കൊലപാതകം നടത്തിയ രീതിയും ആയുധം ഒളിപ്പിച്ചതും ഫോൺ ഉപേക്ഷിച്ച ഇടവും പ്രതി പോലീസിനോട് വിശദീകരിച്ചു. ഇന്നത്തെ തെളിവെടുപ്പ് പൂർത്തിയായി. നാളെ ഒരുപക്ഷെ പ്രതി കൊടുവാൾ വാങ്ങിയ എലവഞ്ചേരിയിൽ തെളിവെടുപ്പ് നടത്തുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഡിവൈഎസ്പി ഇക്കാര്യം വിശദീകരിച്ചിരുന്നു. ചെന്താമര ഒളിച്ചിരുന്ന സ്ഥലങ്ങൾ പകൽ മൊത്തം വയലിലെ കനാലിലാണ് ഒളിച്ചിരുന്നത്. രാത്രിയായപ്പോൾ മല കയറി അവിടുത്തെ ഗുഹയിൽ ഒളിച്ചിരുന്നു. ഇതിനിടെ പോലീസിൻ്റെ വണ്ടി വരുന്നതും ചെന്താമരയെ തിരയുന്നതുമൊക്കെ ഇയാൾ കാണുന്നുണ്ടായിരുന്നു. ഡിവൈഎസ്പിയുടെ വാക്കുകളിലേക്ക്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണി മുതൽ നാളെ വൈകുന്നേരം 3 മണി വരെയാണ് ബഹുമാനപ്പെട്ട കോടതി ഞങ്ങളുടെ കസ്റ്റഡിയിൽ തന്നത്. അപ്പോൾ നമുക്കത് ഈ സീനൊന്ന് റീക്രിയേറ്റ് ചെയ്യണം. ഇയാൾ സുധാകരനെ കാണുന്നതും അതിനുശേഷം ഉണ്ടായിരുന്ന ഇൻസിഡൻറ്റുകൾ, അതിനുശേഷം അയാൾ വീട്ടിലേക്ക് വരുന്നത്, തിരിച്ചു പോകുന്നതും, സിമ്മും മൊബൈലും ഉപയോഗിച്ച സ്ഥലവും, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ മലയിലേക്ക് രക്ഷപ്പെട്ടതും, പിന്നെ ആയുധങ്ങൾ ഒളിപ്പിച്ച് വെച്ച സ്ഥലം, അതൊന്ന് റീക്രിയേറ്റ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ സിവിലിയൻസ് കൂടെ സാക്ഷികളുണ്ടായിരുന്നു. അവരെ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ട് അതൊന്ന് തെളിവെടുപ്പ് നടത്തി. ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു. തെളിവെടുപ്പ് ഇന്ന് നടന്നു. അതിലും നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൂസലുമില്ലാതെ പ്രതി കൃത്യമായി ഇയാൾ കൊലപാതകം നടത്തിയ സ്ഥലങ്ങൾ, എങ്ങനെയൊക്കെയാണ് ഒളിച്ചിരുന്നത്, ഇക്കാര്യങ്ങളൊക്കെ അയാൾ കൃത്യമായി കാണിച്ചു കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഷംന വിവരങ്ങൾ പങ്കുവെക്കും. ഷംന, നമ്മൾ ഈ ചെന്താമരയുമായി ബന്ധപ്പെട്ട അയാളുടെ ചില കാര്യങ്ങൾ നേരത്തെയും ചർച്ച ചെയ്തതാണ്. ഇയാൾക്ക് യാതൊരു പശ്ചാത്താപവുമില്ല. കൃത്യമായി ചില കൊലപാതകങ്ങൾ നടത്താതിരുന്നതിലുള്ള വിഷമം മാത്രമാണുള്ളത്. ഇയാൾ കൃത്യമായി പോലീസിനോട് സഹകരിക്കുന്നു, കൃത്യമായി ആഹാരം കഴിക്കുന്നു, ഒരു പ്രശ്നവുമില്ല. എന്താണ് ഇന്നത്തെ തെളിവെടുപ്പ്? ഏതൊക്കെ രീതിയിലായിരുന്നു? പോലീസിന് ഈ കേസിന് ആവശ്യമായ കൃത്യമായ വിവരങ്ങൾ ഇയാളുടെ പക്കൽ നിന്ന് കിട്ടിയോ? തീർച്ചയായും രഞ്ജിത്ത്, കാരണം ഈ പ്രതിക്ക് ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ സൂചിപ്പിച്ചതാണ്, പ്രതിയെ ഈ പോലീസ് പിടികൂടിയ സമയത്തൊന്നും ഇനിയും കൊലപാതകങ്ങൾ നടത്താനുണ്ട് എന്ന ഒരു കാര്യം മാത്രമാണ് പ്രതി പറഞ്ഞത്. അല്ലാതെ ഈ കൊലപാതകങ്ങൾ നടത്തിയതിൽ, 2 പേരെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയതിൽ ഒരു തരി കുറ്റബോധം പോലും ഈ പ്രതിക്ക് ഈ പോലീസ് പിടികൂടിയ സാഹചര്യത്തിൽ ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണ് ഇന്നും വ്യക്തമായത്. ഈ പ്രതിക്ക് ഒരു കൂസലും ഉണ്ടായിരുന്നില്ല, ഒരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല. പോലീസിനെ നേരിട്ട് ചോദിക്കേണ്ട ഒരു ആവശ്യം പോലും, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നില്ല. കാരണം പ്രതി തന്നെ കൃത്യമായി എല്ലാ വിവരങ്ങളും പോലീസിന് വിശദീകരിച്ചു. ആദ്യം ഈ സുധാകരനെ, 27-ാം തീയതിയാണ് സുധാകരനും ലക്ഷ്മി അമ്മയും അതിക്രൂരമായി കൊല ചെയ്യപ്പെടുന്നത്. അന്ന് 27-ാം തീയതി ഈ പ്രതി ചെന്താമര വെട്ടുകത്തിയുമായി നിൽക്കുന്നത്, കൊടുവാളെടുത്ത് നിൽക്കുന്നത് കണ്ട സുധാകരൻ തന്റെ ഇരുചക്ര വാഹനം റിവേഴ്സ് എടുക്കാൻ നോക്കി. പക്ഷെ അപ്പോഴേക്കും ഈ ചെന്താമര സുധാകരന്റെ അടുത്ത് ചെന്ന് വെട്ടിക്കൊല്ലുകയായിരുന്നു. അതിനുശേഷം തനിക്കെതിരെ നിലവിളിച്ചോടിയ ലക്ഷ്മി അമ്മയുടെ വീടിന് മുറ്റത്താണ് നിന്നിരുന്നത്. ഈ ലക്ഷ്മി അമ്മ നിലവിളിച്ചതോടുകൂടിയാണ് ഈ പ്രതി ലക്ഷ്മി അമ്മയെയും ചെന്ന് വെട്ടിക്കൊല്ലുന്നത്. അതിനുശേഷം ഈ പ്രതിയുടെ വീട്ടിൽ കയറി കൊടുവാൾ അവിടെ വെച്ച് ഈ പ്രതിയുടെ വീടിന് പുറകുവശത്തിലൂടെയാണ് പിന്നീട് പ്രതി രക്ഷപ്പെടുന്നത്. അതടക്കം പ്രതി കൃത്യമായി ആ വഴികളടക്കം പോലീസിന് ഇന്ന് കാണിച്ചു കൊടുത്തു. അതിനുശേഷം ഈ വരമ്പത്ത് കൂടി, അതായത് ഈ കൊല്ലപ്പെട്ട സുധാകരന്റെയും ഈ പ്രതി ചെന്താമരയുടെ ഒക്കെ വീട് ഒരു പാടത്തിന് സമീപമാണ്. അത് നമ്മൾ നേരത്തെയൊക്കെ കണ്ടതാണ്. ആ പാടത്ത് കൂടെ ഈ പ്രതിയുടെ വീടിൻ്റെ പുറകുവശത്ത് കൂടി ഓടി ഏകദേശം ഒരു 500 മീറ്ററൊക്കെ മാറിയതിന് ശേഷം അവിടെ ഒരു പാടത്ത് തന്നെ ഒരു കുറ്റിക്കാട് പോലെയുള്ള സ്ഥലത്താണ് ഫോണും സിമ്മും ഈ പ്രതി ഉപേക്ഷിച്ചത്. അതിനുശേഷം വീണ്ടും കുറേ നേരം ഈ പ്രതി ഓടി. പിന്നീട് നാട്ടുകാരുടെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടി ഈ കനാലിലെ സമീപ പ്രദേശത്തുമായി പ്രതി ഒളിച്ചിരുന്നു. ആ സമയം ഈ പ്രതിക്കായി നാടും പോലീസും ഒന്നാകെ ഈ മലമുകളിലടക്കം തെരച്ചിൽ നടക്കുന്ന ഘട്ടത്തിൽ പ്രതി ഈ
കൊലപാതകം നടത്തിയ സ്ഥലത്ത് തന്നെ, അതായത് ഈ പ്രതിയുടെ വീടിന് തന്നെ ഈ പ്രതി ഉണ്ടായിരുന്നു. ഈ നാട്ടുകാരുടെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടി സമീപത്തെ കനാലിലും മറ്റു പ്രദേശങ്ങളിലുമായി പ്രതി ഒളിച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം വൈകിട്ടോടു കൂടിയാണ് ഈ കനാലിലെ ഓവ് മാർഗം ഈ പ്രതി രക്ഷപ്പെടുന്നത്, മലമുകളിലേക്ക് കയറുന്നത്. അപ്പോഴും ഈ പ്രതി പോയ വഴികൾ കൃത്യമായി, ഇയാൾ ഓരോ പാടത്ത് നിന്നും ചാടിക്കടന്ന വഴികൾ അടക്കം ഈ പോലീസിന് വളരെ കൃത്യമായി തന്നെ ചെന്താമര വിശദീകരിച്ചു കൊടുത്തു. അതിനുശേഷം ഇയാൾ മലമുകളിലേക്ക് രക്ഷപ്പെടുന്നതിന്റെ ഘട്ടത്തിൽ ഒരു ആനയുടെ മുമ്പിൽ അകപ്പെടുന്നുണ്ട്. പിന്നീട് അതിനുശേഷം ഈ മലമുകളുടെ ബാക്കിൽ ഒളിച്ചു. പിന്നീട് വൈകിട്ടോടുകൂടി രാത്രി 12 മണിയോടുകൂടിയാണ് മലയിലെ ഒരു ഗുഹയിൽ കയറി ഒളിച്ചിരിക്കുന്നത്. അപ്പോഴും ഈ പോലീസ് ഈ നാട് മുഴുവൻ ചെന്താമരയെ തെരഞ്ഞ് അലയുന്നത് ചെന്താമര കൃത്യമായി തന്നെ ആ ഗുഹയിൽ നിന്നും കണ്ടിരുന്നു. പോലീസ് വാഹനത്തിന്റെ ലൈറ്റ് ഉൾപ്പെടെ പ്രതിക്ക് വ്യക്തമായി തന്നെ ആ ഗുഹയ്ക്കുള്ളിൽ നിന്ന് നിരീക്ഷിക്കാമായിരുന്നു. ഒപ്പം ഡ്രോൺ നിരീക്ഷണം അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ആദ്യഘട്ടം മുതൽ തന്നെ പ്രതിക്കായി പോലീസ് അന്വേഷണം നടത്തിയിരുന്നത്. അതടക്കം പ്രതി വ്യക്തമായി തന്നെ നിരീക്ഷിച്ചിരുന്നു ഈ ഗുഹയ്ക്കുള്ളിലിരുന്ന്. അതിനുശേഷമാണ് 36 മണിക്കൂർ പിന്നിട്ട് വിശപ്പ് സഹിക്കാതെ പ്രതി ഇറങ്ങി വരുന്നത്. അപ്പോഴും ഈ നേരത്തെ ആദ്യഘട്ടത്തിൽ പ്രതി പറഞ്ഞിരുന്നത് സുധാകരന്റെ വണ്ടി ഇടിച്ചപ്പോൾ ഉണ്ടായ പ്രകോപനത്തിലാണ് എന്ന്. പക്ഷെ അങ്ങനെയല്ല. കാരണം ഇന്ന് തെളിവെടുപ്പ് ഈ സീൻ ഒന്ന് റീക്രിയേറ്റ് ചെയ്യുന്ന തരത്തിൽ തന്നെയായിരുന്നു ഈ തെളിവെടുപ്പ് നടന്നത്. അപ്പോൾ ഈ പ്രതി വിശദീകരിച്ചത് സുധാകരൻ താൻ കൊടുവാൾ പിടിച്ചു നിൽക്കുന്നത് സുധാകരൻ കണ്ടിരുന്നു. അതിനുശേഷം വണ്ടി റിവേഴ്സ് എടുക്കാൻ ചെന്നപ്പോഴാണ് ഈ പ്രതി സുധാകരനെ വെട്ടിക്കൊല്ലുന്നത്. അതിനുശേഷം നിലവിളിച്ചപ്പോഴാണ് ഈ ലക്ഷ്മി അമ്മയെ കൊല്ലുന്നത്. പിന്നീട് വെട്ടുകത്തി ഉൾപ്പെടെ അവിടെ വെച്ച് ഈ നാട് മൊത്തം ഈ പ്രതിക്കായി തെരച്ചിൽ നടത്തുമ്പോൾ പ്രതി സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു. നാട്ടുകാരുടെയും പോലീസിന്റെയും കണ്ണിൽ പെട്ടില്ല. ഇത്ര അടുത്തുണ്ടായിട്ട് പോലും ഈ പ്രതി ഇവരുടെ ആരുടെയും കണ്ണിൽ പെടാതെ ഒളിവിൽ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. കാരണം ഈ സമീപത്ത് തന്നെ ഒരു 500 മീറ്റർ ചുറ്റളവിൽ അല്ലെങ്കിൽ 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഈ പ്രതി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ തെരച്ചിൽ നടക്കുന്ന ഘട്ടത്തിലൊക്കെ അന്ന് വൈകിട്ടോടുകൂടി, അതായത് കൊലപാതകം നടന്ന 27-ാം തീയതി വൈകിട്ട് വരെ ഈ പ്രതി സമീപത്തുണ്ടായിരുന്നു. 12 മണിക്കാണ് ഈ പ്രതി മലയിലേക്ക് കയറുന്നതും മലയിൽ ഒളിക്കുന്നതും. മറ്റൊരു കാര്യമുള്ളത്, ഈ പ്രതിക്ക് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷയാണ് പോലീസ് ഇന്ന് ഒരുക്കിയിരുന്നത്. കാരണം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് നേരത്തെയൊക്കെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച സമയത്തൊക്കെ വലിയ രീതിയിലുള്ള ഈ രോഷപ്രകടനങ്ങൾ ഉണ്ടായതാണ്. ഈ പറഞ്ഞ ഡ്രോൺ നിരീക്ഷണം ഉണ്ടായിരുന്നല്ലോ ഷംന, ഡ്രോൺ നിരീക്ഷണം ഉണ്ടായിരുന്നു. പോലീസിന്റെ വലിയ സന്നാഹങ്ങൾ ഉണ്ടായിരുന്നു. നിരവധി പോലീസുകാരെ വിന്യസിച്ചിരുന്നു. സ്വാഭാവികമാണ്, നാട്ടുകാർക്ക് വലിയ പ്രതിഷേധം ഈ പ്രതിക്കെതിരെയുണ്ട്. അത് സംഭവിക്കുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ നാട്ടുകാർ ഇത്തവണ സമാധാനപ്രിയരായെന്ന് തോന്നല്ലേ? ആരും അങ്ങനെ കാര്യമായി ഇയാൾക്ക് നേരെ അറ്റാക്ക് ചെയ്യാനൊന്നും തയ്യാറായില്ല. അത് പോലീസിന് ഈ തെളിവെടുപ്പ് വേളയിൽ വലിയൊരു പരിധിവരെ ആശ്വാസമായി അല്ലേ? തീർച്ചയായും രഞ്ജിത്ത്. കാരണം വലിയ രീതിയിലുള്ള ഒരു മുൻകരുതൽ ഈ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. 400ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ഈ മറ്റ് നിരീക്ഷണങ്ങൾ ഉൾപ്പെടെ ഈ പോലീസ് സജ്ജമാക്കിയിരുന്നു. പക്ഷേ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഇന്ന് അത്തരത്തിലുള്ള ഒരു പ്രശ്നവും ഉണ്ടായില്ല. വളരെ സമാധാനപൂർണ്ണമായിരുന്നു തെളിവെടുപ്പ് നടന്നത്. ഒപ്പം തന്നെ ഈ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ചിലർ കരയുക മാത്രമാണ് ചെയ്തത്. വികാര നിർഭരരായി പോയി. കാരണം 2 പേർ അതിക്രൂരമായാണ് ഈ പ്രതി വെട്ടിക്കൊന്നത്. പക്ഷേ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് മറ്റ് അക്രമ സ്വഭാവങ്ങളൊന്നും ഉണ്ടായില്ല. ഈ പ്രതിക്കെതിരെ ആഞ്ഞെടുക്കുമോ എന്ന ഭയമൊക്കെ പോലീസിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയൊരു സുരക്ഷയോടുകൂടി പ്രതിയെ എത്തിച്ചത്. ഒപ്പം തന്നെ നേരത്തെ തന്നെ ഈ സുരക്ഷാ ഭീഷണി മുൻനിർത്തിയാണ് പ്രതിയെ വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റിയിരുന്നത്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് പിന്നീട് നേരത്തെ തന്നെ പോലീസ് സൂചിപ്പിച്ചതാണ് തെളിവെടുപ്പിനപ്പുറത്തേക്ക് ഈ സീൻ റീക്രിയേറ്റ് ചെയ്യുക എന്നതിലേക്കായിരിക്കും പോലീസ് കടക്കുകയെന്ന്. അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള രോഷം അത് ഇരട്ടിയാവാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയായിരുന്നു കണക്കുകൂട്ടൽ. പക്ഷേ വളരെ സമാധാനപൂർണ്ണമായി തന്നെ, അതായത് പോലീസിനോട് പൂർണ്ണമായും സഹകരിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു നാട്ടുകാരുടെ പെരുമാറ്റം. ഈ തെളിവെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ പോലും മറ്റ് ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ കടന്നില്ല. പൂർണ്ണമായും അന്വേഷണ സംഘത്തോട് സഹകരിച്ചു. ഒപ്പം ഈ പ്രതിയുമായി തെളിവെടുപ്പിന് പോയത്, അതായത് ഈ സിം അതുപോലെ ഫോണൊക്കെ ഉപേക്ഷിച്ച സ്ഥലം, അത് പാടത്ത് തന്നെയുള്ള അല്പം മാറി ഒരു 500 മീറ്ററോളം മാറി ഒരു പാടത്ത് തന്നെയുള്ള ഒരു ചെറിയ കുറ്റിക്കാട്ടിലാണ്
പ്രതി ഉപേക്ഷിച്ചത്. അവിടേക്കടക്കം വളരെ സമാധാനപൂർവ്വമായിട്ടാണ് ഈ ആളുകൾ എത്തിയത്. ഒപ്പം ഈ നാളെ ഈ പ്രതി കൊടുവാൾ വാങ്ങിയ, വെട്ടുകത്തി വാങ്ങിയ എലവഞ്ചേരിയിൽ നാളെ തെളിവെടുപ്പ് ഉണ്ടാവാനാണ് സാധ്യത. അക്കാര്യം കൂടി ഡിവൈഎസ്പി സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് വളരെ സമാധാനപൂർവ്വമായി തന്നെ ഈ തെളിവെടുപ്പ് അത് ഇന്ന് പൂർണ്ണമായിരിക്കുന്നു. നാളെ 3 മണി വരെയാണ് ഈ പ്രതിയുടെ കസ്റ്റഡി കോടതി നൽകിയിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സുരക്ഷയോട് കൂടി പ്രതിയെ എത്തിക്കുന്നു. ഈ പ്രതി ആദ്യഘട്ടത്തിലൊക്കെ അന്വേഷണ സംഘത്തിനെ വഴിതെറ്റിക്കുന്ന തരത്തിലായിരുന്നു പലപ്പോഴും മൊഴി നൽകിയിരുന്നത്. അതായത് ആദ്യം വിഷം കഴിച്ചു എന്നതടക്കം പ്രതി പറഞ്ഞിരുന്നു. പക്ഷേ വൈദ്യപരിശോധനയിൽ അത് കണ്ടെത്താനായില്ല. അങ്ങനെ സുധാകരന്റെ വാഹനം ഇടിച്ചപ്പോൾ ഉണ്ടായ പ്രകോപനത്തിലാണ് കൊല ചെയ്തത് എന്നടക്കം പ്രതി പറഞ്ഞിരുന്നു. പക്ഷേ അതൊക്കെ ആദ്യഘട്ടം മുതൽ തന്നെ പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്ത പശ്ചാത്തലം ഉണ്ടായിരുന്നു. കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ് പ്രതി കൊലപാതകം നടത്തിയത്. പ്രതിക്ക് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നു, മറ്റുള്ളവരെ ഇനിയുള്ള പോലീസിന്റെ മുന്നിൽ നമുക്കറിയാം, പോലീസിന്റെ അന്വേഷണം അവസാനിക്കുന്നില്ല. പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് പ്രതി. ഇനിയും തെളിവെടുപ്പുകൾ ബാക്കിയുണ്ടല്ലേ? ഈ ആയുധങ്ങൾ വാങ്ങിയ സ്ഥലത്ത് അടക്കം എത്തിച്ച് പ്രതിയുമായി തെളിവെടുപ്പ് നടത്തണം. അവിടെയും സമാനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി തന്നെ ആയിരിക്കുമോ കാര്യങ്ങൾ? ഏതായാലും നമുക്കറിയാം, ഈ പറഞ്ഞതുപോലെ ദൃക്സാക്ഷികളില്ലാത്ത ഒരു കൊലപാതകം കൂടിയാണ്. അപ്പോൾ പോലീസിന് കുറേ പണികളുണ്ട്. അതിന് ഉപോത്ബലകമായ നിരവധി തെളിവുകൾ ശേഖരിക്കണം, മൊഴികളെടുക്കണം. പ്രതിയുടെ കുറ്റസമ്മതം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എങ്കിൽ പോലും കോടതിയിൽ എന്ത് സംഭവിക്കുമെന്ന കാര്യം അറിയില്ല. ഇയാൾക്ക് അനുകൂലമായ നിരവധി ഘടകങ്ങളുണ്ട് താനും, ഇയാളുടെ മാനസിക രോഗം അടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനെയൊക്കെ അതിജീവിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കേണ്ട പശ്ചാത്തലം അല്ലെങ്കിൽ അതിനുള്ള ബാധ്യത കൂടി പോലീസിനുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും രഞ്ജിത്ത്, അത് തന്നെയാണ്. കാരണം ഈ പ്രതിക്ക് മാനസിക രോഗമുണ്ട്, അല്ലെങ്കിൽ ഈ പ്രതി ഇത്തരത്തിലുള്ള ഒരു സൈക്കോ ആണെന്ന് നേരത്തെ തന്നെ ഈ നാട്ടുകാരുൾപ്പെടെ പോലീസിന് മൊഴി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഈ പ്രതി തന്നെ കോടതിയിൽ ചെന്ന് ഏറ്റു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എനിക്ക് തെറ്റ് പറ്റിപ്പോയി, 100 വർഷം വേണമെങ്കിലും എന്നെ ശിക്ഷിക്കൂ എന്ന തരത്തിൽ പ്രതി തന്നെ കുറ്റം ഏറ്റു പറയുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ഈ ശിക്ഷയിൽ ഇളവ് ലഭിക്കുമോ എന്ന കാര്യത്തിൽ നാട്ടുകാർക്കുൾപ്പെടെ വലിയ രീതിയിലുള്ള ഭീതി ഉണ്ടായിരുന്നു. കാരണം ഇനി ഒരിക്കൽ കൂടി പ്രതി പുറത്തിറങ്ങിയാൽ, ജാമ്യത്തിൽ ഉൾപ്പെടെ ഇനി പുറത്തിറങ്ങിയാൽ അത് ഈ നാട്ടുകാർക്കുണ്ടാക്കുന്ന ഭീഷണി ചെറുതൊന്നുമായിരിക്കില്ല. കാരണം മറ്റ് ഈ സുധാകരനെ അല്ലാതെ മറ്റ് 5 പേരെ കൂടി ഈ പ്രതി കൊല്ലാൻ പദ്ധതി ഇട്ടിരുന്നു. ഈ സമീപത്തെ അയൽവാസി കൂടിയായ പുഷ്പയെ അടക്കം പ്രതി കൊല്ലാൻ ഭീഷണിപ്പെടുത്തിയിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള ഭീതി ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെയാണ് കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന ഘട്ടത്തിലേക്ക് പോലീസ് എത്തുന്നത്. അതിനുവേണ്ടി തന്നെയാണ് കുറ്റകൃത്യം പുനരാവിഷ്കരിക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് ഇന്ന് കടന്നത്. എന്തായാലും ഇന്ന് വളരെ കൃത്യമായി തന്നെ പ്രതി ഓരോ കാര്യങ്ങളും വിശദീകരിച്ചു. ഈ കൊലപാതകം നടത്തിയ സ്ഥലം, അതിനുശേഷം ഈ ആയുധങ്ങൾ വെച്ചത്, രക്ഷപ്പെട്ട വഴി, രക്ഷപ്പെട്ട മാർഗം, അതിനുശേഷം ഒളിച്ചിരുന്ന സ്ഥലം, ഈ ഫോണും സിമ്മും ഉപേക്ഷിച്ചത്, അങ്ങനെ വളരെ കൃത്യമായി തന്നെ എല്ലാ കാര്യങ്ങളും പോലീസിന് പ്രതി വിശദീകരിച്ചിട്ടുണ്ട്. ഒപ്പം ഈ പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്ത കൊടുവാൾ, അതിന്റെ ഫോറൻസിക് പരിശോധന അടക്കം അത്തരം ശാസ്ത്രീയ തെളിവുകൾ കൂടി ഇനി പരിഗണിക്കും. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഈ പോലീസ് കുറ്റപത്രം അടക്കം സമർപ്പിക്കുന്നതും. എന്തായാലും ഈ പ്രതിക്കെതിരെ വലിയ രീതിയിലുള്ള ഈ തെളിവ് ശേഖരണം അത് പോലീസ് നടത്തുന്നുണ്ട്. നാളെ എലവഞ്ചേരിയിലെത്തി ഈ കടയുടമയുടെ മൊഴി കൂടി രേഖപ്പെടുത്തും. ഇയാൾ തന്നെയാണോ, ചെന്താമര തന്നെയാണോ ഈ കൊടുവാൾ വാങ്ങിയത് എന്നടക്കമുള്ള മൊഴികൾ കൂടി പോലീസ് സ്വീകരിക്കും. കൃത്യമായി എല്ലാ തരത്തിലുള്ള തെളിവുകൾ ശേഖരിച്ച് വളരെ പഴുതടച്ച ഒരു അന്വേഷണം, അല്ലെങ്കിൽ ഈ പ്രതിക്ക് ജാമ്യം പോലും കിട്ടാത്ത തരത്തിൽ ഈ പ്രതിയെ ഉള്ളിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇയാൾക്ക് വധശിക്ഷ ഉൾപ്പെടെ ഉറപ്പാക്കണമെന്നാണ് ഈ നാട്ടുകാരുടെ ആവശ്യം. അതിനുവേണ്ട എല്ലാ തെളിവുകളും പോലീസ് ശക്തമായി തന്നെ ശേഖരിക്കുന്നുമുണ്ട്. തീർച്ചയായും ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും എല്ലാം വിശദീകരിച്ചാണ് ചെന്താമര ഇന്ന് തെളിവെടുപ്പിനോട് സഹകരിച്ചത്. താൻ ഒളിച്ചിരുന്ന സ്ഥലങ്ങൾ, എങ്ങനെയാണ് 1.5 ദിവസം പോലീസിനെ കബളിപ്പിച്ച് അവിടെയൊക്കെ നടന്നത്, നാട്ടുകാരുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ഇയാൾ ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. ഇയാൾ ഒളിച്ചിരിക്കുമ്പോൾ പോലും നാട്ടുകാരിൽ ഈ പോലീസിൻ്റെ ജീപ്പ് അടക്കം ലൈറ്റ് അടിച്ച് വരുന്നതും അവർ സെർച്ചും മറ്റും ഇയാൾ കണ്ടിരുന്നു. പകൽ മുഴുവൻ ഇയാൾ ഒളിച്ചിരുന്നത് പാടശേഖരത്തെ കനാലിലാണ്. അതിനുശേഷം മുകളിലേക്ക് കയറി ഇയാൾ ചെല്ലുന്നത് എന്ന് പറയുന്നത് മല കയറി ഗുഹയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കുന്നു. അതിനുശേഷമാണ് ഇയാൾക്ക് ഇത്തരത്തിൽ ചില പിടികൊടുക്കേണ്ട സാഹചര്യത്തിലേക്ക് മാറുന്നത്. വിശപ്പ് സഹിക്കാനാവാതെ പിന്നീട് വീട്ടിലേക്ക് വരുന്ന വഴി ഇയാളെ പോലീസ് നാട്ടുകാരും ചേർന്ന് പിടിക്കുകയുമായിരുന്നു. ഏതായാലും ചെന്താമരയ്ക്ക് ഒരു കൂസലുമില്ല. തനിക്ക് ഇനിയും കൊലപാതകം നടത്താൻ പറ്റാത്തതിൻ്റെ വിഷമം മാത്രമാണ് നരാധമനുള്ളത് എന്നത് മാത്രമാണ് പ്രധാനപ്പെട്ട കാര്യം.
നമുക്ക് കഠിനകുളത്തെ കൊലപാതക കേസിലേക്കൊന്ന് പോകണം. ആ പ്രതി ജോൺസൺ ഔസേഫിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയാണ് അനുവദിച്ചത്. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും സംഭവസ്ഥലത്ത് ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നതിനുമാണ് കസ്റ്റഡിയിൽ വാങ്ങിയത്. കേസിൽ കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. ജനുവരി 21-നാണ് ആതിരയെ കഠിനകുളത്തെ വാടക വീട്ടിൽ വെച്ച് ജോൺസൺ കുത്തിക്കൊലപ്പെടുത്തിയത്. ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, കഠിനകുളം കൊലപാതകം, അതിന് പോലീസിന് വളരെ കൃത്യമായ തെളിവുകളുണ്ട്, അത് ശേഖരിച്ചു വരികയാണ്. പോലീസിൻ്റെ കസ്റ്റഡിയിൽ പ്രതി ഇപ്പോഴും ഉണ്ട്. എന്തൊക്കെയാണ് ഇനിയുള്ള തുടർ നീക്കങ്ങൾ? നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത് ഉൾപ്പെടെയുള്ള നിർണായകമായ നീക്കങ്ങൾ തന്നെയായിരിക്കും അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാകുക. പ്രതി വിവിധ ഘട്ടങ്ങളായി പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിരിക്കുന്നത് തനിക്ക് കൃത്യമായ ആസൂത്രണത്തോടെ തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നാണ്. അതായത് ആതിരയെ പലതവണ ഒപ്പം ഇറങ്ങി വരാനായി വിളിച്ചെങ്കിലും അതിനുവേണ്ടി വീട് വരെ വാടകയ്ക്ക് എടുത്തിരുന്നെങ്കിലും ആതിര അതിനെ കൂട്ടാക്കിയിരുന്നില്ല. അപ്പോൾ ഇനിയും ആ ഒരു പശ്ചാത്തലം തന്നെ തുടരുന്ന സാഹചര്യം ഉണ്ടാകുകയും ആതിര തന്നിൽ നിന്ന് അകലുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്താൽ അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല. അത്രമാത്രം താൻ സ്നേഹിച്ചിരുന്നു ആതിരയെ എന്നാണ് പ്രതി ജോൺസൺ ഔസേപ്പ് പോലീസിനോട് പറഞ്ഞത്. പിന്നെ ഇതല്ലാതെ മറ്റൊരു മാർഗം ഇല്ലായിരുന്നു. അങ്ങനെയാണ് ഈ ക്രൂരമായ കൊലപാതകത്തിന് താൻ ആസൂത്രണം നടത്തിയതെന്നാണ് അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള തുടർ നടപടികളൊക്കെ ഉണ്ടാകുക. മാത്രവുമല്ല, പോലീസിന് ഇപ്പോൾ ഈ പ്രതി നൽകിയിരിക്കുന്ന മൊഴി, അതുമായി ബന്ധപ്പെട്ട പ്രതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കപ്പുറത്തേക്ക് എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഇവർ തമ്മിൽ നടന്നിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. നേരത്തെ ഏതാണ്ട് 1.5 വർഷത്തെ സൗഹൃദത്തിനിടയിൽ പലപ്പോഴും ചെറിയ തുകകൾ ഗൂഗിൾ പേ വഴിയായി പരസ്പരം അവർ കൈമാറിയിരുന്നു എന്നൊക്കെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് വലിയ തരത്തിലുള്ള ഏതെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ഇരുവർക്കുമിടയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം വിശദമായ പരിശോധനകൾ ആവശ്യമാണ്. അത് അങ്ങനെ തന്നെ നടക്കുന്നുമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച യഥാർത്ഥ കാരണം പ്രതിക്ക് ആതിരയോട് തോന്നിയ വൈരാഗ്യമാണ് എന്നതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ തന്നോടൊപ്പം ഇറങ്ങിപ്പോരാഞ്ഞതിലുള്ള വൈരാഗ്യമാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന കാരണത്തിനപ്പുറം മറ്റെന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്നതിനെക്കുറിച്ച് കൂടിയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും ഈ മറ്റ് ഒരുപാട് അന്വേഷണം, മറ്റു ചില കാര്യങ്ങൾ കൂടി പോലീസിന് വ്യക്തമാകേണ്ടതുണ്ട്, അത് അന്വേഷിക്കേണ്ടതുണ്ട്. ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി, ഇന്ന് 5 ദിവസത്തെ കസ്റ്റഡിയാണല്ലോ. തെളിവെടുപ്പ് നാളെ തന്നെ ഉണ്ടാകുമോ? ഈ പറഞ്ഞതുപോലെ നാട്ടുകാരുടെയൊക്കെ ഈ ചെന്താമരയുടെ കാര്യം പറഞ്ഞതുപോലെ പ്രതിഷേധമൊക്കെ ഉണ്ടാകാനുള്ള പശ്ചാത്തലമൊക്കെ ഉണ്ട്. സംഭവ സ്ഥലത്ത് എത്തിക്കണം, അതിനുള്ള തയ്യാറെടുപ്പുകളാണോ പോലീസ്? സ്ഥലത്ത് വൈകാരികമായ ഒരു പ്രതിഷേധം, ഒരു ജനരോഷം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. മാത്രമല്ല, ഒരു തീരദേശ മേഖലയാണ്. അവിടെ പെട്ടെന്ന് മറ്റ് സ്ഥലങ്ങൾ പോലല്ല ജനങ്ങൾ സംഘടിച്ചെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ജോൺസൺ ഔസേപ്പിനെ കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ തന്നെ കഠിനകുളം പോലീസ് സ്റ്റേഷന് ചുറ്റും മണിക്കൂറുകളോളം ഈ പ്രദേശവാസികൾ തിങ്ങിക്കൂടിയിരിക്കുന്ന ഒരു പശ്ചാത്തലമായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഈ സംഭവ സ്ഥലത്ത് എത്തിച്ച പ്രതിയുമായി തെളിവെടുപ്പ് നടത്തുക എന്ന് പറയുന്നത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വളരെ ദുഷ്കരമായ ഒരു ദൗത്യമാണ്. അതുകൊണ്ട് വലിയ തരത്തിലുള്ളൊരു പബ്ലിസിറ്റി ഒന്നും വരാതെ അതീവ രഹസ്യമായി ഈ നീക്കങ്ങളിലേക്ക് കടക്കാനായിരിക്കും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു ശ്രമം. പക്ഷേ അത് എത്ര കണ്ട് ഫലം കാണുമെന്നറിയില്ല. എന്തായാലും ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വലിയൊരു പോലീസ് സംഘത്തെ തന്നെ സ്ഥലത്ത് വിന്യസിച്ചുകൊണ്ട് ഈ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളായിരിക്കും ഉണ്ടാകുക. അതോടൊപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഈ ആതിരയെ കുത്തിക്കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ച സ്റ്റീൽ കത്തി വാങ്ങിയ വലിയ കടയിലുള്ള സ്വകാര്യ സ്ഥാപനത്തിലും അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇയാളുടെ രക്തം പുരണ്ട വസ്ത്രം ഊരിമാറ്റി ഉപേക്ഷിച്ച റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഉപേക്ഷിക്കപ്പെട്ട സ്ലാബിൽ ഉൾപ്പെടെ എത്തിച്ച് പോലീസ് ജോൺസൺ ഔസേപ്പുമായി തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു. ഇനി ശേഷിക്കുന്നതാണ് ഈ സംഭവ സ്ഥലത്ത് എത്തിച്ചുള്ള തെളിവെടുപ്പ്. അതുൾപ്പെടെയുള്ള തുടർ നീക്കങ്ങൾ വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഠിനകുളം കൊലപാതക കേസിൽ ജോൺസണുമായുള്ള തെളിവെടുപ്പിനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. കഠിനകുളത്തെ ഞെട്ടിപ്പിച്ച കൊലപാതകമായി അത് മാറിയിരുന്നു. ലൈംഗിക ബന്ധത്തിനിടെ കാമുകയെ അല്ലെങ്കിൽ ഇഷ്ടക്കാരിയെ കൊലപ്പെടുത്തിയ പ്രതി, ഈ പ്രതിയുടെ മാനസിക നിലയടക്കം പോലീസ് പരിശോധിക്കുന്ന പശ്ചാത്തലം കൂടി ഉണ്ട്. ഇയാളെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇയാളെ ആരോഗ്യം മെച്ചപ്പെട്ടപ്പോഴാണ് പോലീസ് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയതും ഇപ്പോൾ കസ്റ്റഡിയിൽ 5 ദിവസത്തെ കസ്റ്റഡിയിലേക്കാണ് ഇയാളെ വാങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇനി അന്വേഷണത്തിൻ്റെ വഴികളിൽ കൂടിയാണ് പോലീസ്.
ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു. മറ്റൊരു വാർത്ത, കോഴിക്കോട് മുക്കത്തെ ലോഡ്ജ് ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ലോഡ്ജ് ഉടമയും അവിടുത്തെ മറ്റ് ജീവനക്കാരും ചേർന്ന് ശ്രമിച്ച സംഭവമാണ്. അതും അതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇന്ന് പുറത്തു വന്നു എന്നുള്ളതാണ്. ഈ പീഡനത്തിനിടെ ഈ പെൺകുട്ടി ഈ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു, മറ്റു മാർഗമില്ലാതെ. യുവതി ഫോണിൽ ഗെയിം കളിക്കുന്നതിനിടെയാണ് അതിക്രമമുണ്ടായത്. ലോഡ്ജ് ഉടമ ദേവദാസ്, ജീവനക്കാരായ റിയാസ്, സുരേഷ് എന്നിവരാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത് എന്ന കാര്യം വ്യക്തമായിട്ടുണ്ട്. ദേവദാസ് യുവതിയെ കടന്നു പിടിക്കുന്നതും യുവതി കുതറി മാറാൻ ശ്രമം നടത്തുന്നതും നിലവിളിക്കുന്നതും ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക്. ഞാൻ അങ്കിളാണ്, പേടിക്കണ്ട. അങ്കിൾ നിന്ന് സംസാരിക്കാൻ കൊച്ചുണ്ടാക്കി നിന്നെ മാനം പോവും. കൊച്ചുണ്ടാക്കി നിന്നെ മാനം പോകും. ഞാൻ അങ്കിളാണ്, പേടിക്കണ്ട. അങ്കിൾ നിന്ന് സംസാരിക്കാൻ കൊച്ചുണ്ടാക്കി നിന്നെ മാനം പോവും. കൊച്ചുണ്ടാക്കി നിന്നെ മാനം പോകും. പീഡന ശ്രമത്തിനിടെ പ്രാണരക്ഷാർത്ഥം ഈ പെൺകുട്ടി കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു. ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ആ പെൺകുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ പിടികൂടാത്തതിൽ വ്യാപക പ്രതിഷേധവും ആ മേഖലയിൽ ഉയരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. MS അനീഷ് കുമാറുണ്ട്. അനീഷ്, ആ ദൃശ്യങ്ങൾ സംസാരിക്കുന്ന തെളിവുകളായി മാറുകയാണ്. വളരെ കൃത്യമാണ് എന്ത് സംഭവിച്ചത് എന്ന കാര്യത്തിൽ. ഇനിയിപ്പോൾ മറ്റു തെളിവുകളുടെ ഒന്നും ആവശ്യമില്ലാത്ത വിധം ആ ഡിജിറ്റൽ തെളിവുകൾ അവിടെ നിലനിൽക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. പോലീസ് ഇതുവരെ എത്തിച്ചേർന്ന നിഗമനം എന്താണ്? രഞ്ജിത്ത്, കഴിഞ്ഞ 3 ദിവസം മുമ്പ് നടന്ന സംഭവമാണ്. പക്ഷേ ഇത്ര സമയം കഴിഞ്ഞിട്ടും ഈ പ്രതികളെ പിടികൂടാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. ഏറെ വേദനിപ്പിക്കുന്ന, ഏറെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ആ കുട്ടിയുടെ ഒരു ദീനവിലാപം നമുക്ക് കേൾക്കാം. ഒപ്പം അങ്കിളാണ്, പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഒച്ച വെച്ചാൽ ഇത് നാണക്കേടാവും എന്നൊക്കെ ഹോട്ടലിന്റെ ഉടമ പറയുന്ന കാഴ്ചകളും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. പക്ഷേ ഇത്രയധികം ശബ്ദിക്കുന്ന തെളിവുകൾ ഉണ്ടായിട്ട് പോലും കഴിഞ്ഞ 3 ദിവസമായി പോലീസ് ഈ പ്രതിയെ തിരയുന്നു, അല്ലെങ്കിൽ പ്രതികളെ തിരയുന്നു എന്ന ഒരു മറുപടിയാണ് നൽകുന്നത്. ഒപ്പം ഈ പ്രതികൾ ഒളിവിലാണ് എന്ന വിശദീകരണവും നൽകുന്നു. മറിച്ച് എങ്ങനെയും ഏത് വിധേനയും ഈ പ്രതികളെ കണ്ടുപിടിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നില്ല എന്നതാണ് ഏറെ ഞെട്ടിക്കുന്നത്. ഈ സംഭവമുണ്ടായ അന്ന് തന്നെ കൃത്യമായി ഈ പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിരുന്നു. അതിനുശേഷം തുടർച്ചയായ 3 ദിവസങ്ങളിലും പോലീസ് മൊഴിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അല്പസമയം മുമ്പ് നമ്മൾ ആ കുട്ടിയുടെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടപ്പോൾ പറയുന്നത്. ആദ്യം ഒരു തവണ മൊഴിയെടുക്കുന്നു, രണ്ടാമത് കൂടുതൽ വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നു, മൂന്നാമത് മൊഴിയെടുക്കുന്നു. ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് ഒരു വനിതാ പോലീസുകാരിയും മറ്റു ഉദ്യോഗസ്ഥരും കൂടി പെൺകുട്ടിയെ കാണാൻ എത്തി മടങ്ങിയിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഇപ്പോഴും ചില സംശയത്തിന്റെ ഒരു ആനുകൂല്യം, അല്ലെങ്കിൽ ഒരു അനിശ്ചിതത്വമായി കാര്യങ്ങൾ നീട്ടിവെക്കുന്ന ഒരു നിലപാട് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഒരു സ്വകാര്യ ഹോട്ടലിലെ ജീവനക്കാരി, അവർ 3 ജീവനക്കാർ താമസിക്കുന്ന, 3 വനിതാ ജീവനക്കാർ താമസിക്കുന്ന ഒരിടമാണ്. ഹോട്ടലിൽ നിന്നും ഏതാണ്ട് 10-200 മീറ്റർ മാത്രം മാറിയാണ് ഈ ഒരു വാടകയ്ക്കെടുത്ത വീട്ടിലാണ് ഈ 3 ജീവനക്കാർ കഴിയുന്നത്. ആ ദിവസം, ഈ സംഭവം നടന്ന ദിവസം 2 വനിതാ ജീവനക്കാർ അവധിയിലായിരുന്നു, അവർ ഉണ്ടായിരുന്നില്ല. രാത്രി 11:30ക്കാണ് ഈ ഹോട്ടലിന്റെ അല്ലെങ്കിൽ ലോഡ്ജിന്റെ ഉടമയും മറ്റു 2 ജീവനക്കാരുമായി അവിടേക്ക് ചെല്ലുകയും അതിൽ ഉടമ ആ പെൺകുട്ടിയോട് അപമര്യാദയെ പെരുമാറാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ആ ദൃശ്യങ്ങൾ തന്നെ അത് വ്യക്തമാണ്. അതിനുശേഷം ഈ പ്രാണരക്ഷാർത്ഥം, അല്ലെങ്കിൽ ഇയാളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് മുകൾ നിലയിൽ നിന്നും താഴേക്ക് യുവതി ചാടുകയും ഗുരുതരമായ പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആ പെൺകുട്ടി ചികിത്സയിലാണ്. നെട്ടലിന് കാര്യമായ ക്ഷതമുണ്ട്, തകരാറുണ്ട്. അതിനുള്ള ചികിത്സകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നതെന്ന് കുടുംബം വ്യക്തമാക്കുകയും ചെയ്യുന്ന സാഹചര്യം. പക്ഷേ ഇപ്പോഴും എന്താണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഈ നടപടികൾ ഉണ്ടാവാൻ വൈകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് പ്രതികളെ രക്ഷിക്കാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് നടത്തുന്നു എന്നാണ് കുടുംബം പറയുന്നത്. വളരെ നിവൃത്തികെട്ടാണ് അവർക്ക് ഈ മൊബൈൽ ഫോണിലെ ദൃശ്യങ്ങൾ പോലും പുറത്തുവിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഹോട്ടൽ ഉടമയും
സ്ഥാപനത്തിലെ മറ്റു ചില ജീവനക്കാരെയും ഒക്കെ ചേർന്ന് പുതിയ കഥകൾ പ്രചരിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുവെന്നും കുടുംബം പറയുന്നു. എന്തിന് ഈ പീഡിപ്പിക്കാനാണെങ്കിൽ ഒറ്റയ്ക്കല്ലാതെ എന്തിന് ജീവനക്കാരെയും കൂട്ടിയാണോ ഈ ഹോട്ടലിലേക്ക് പോകുന്നത് എന്നടക്കമുള്ള ചില ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഒരു സംശയത്തിന്റെ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. പക്ഷേ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി ഈ ഹോട്ടലുടമ മുന്നോട്ട് വെക്കുന്ന മുഴുവൻ വാദമുഖങ്ങളും പൊളിഞ്ഞു അടുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇനി എന്തിനുവേണ്ടി പോലീസ് കാത്തിരിക്കുന്നു എന്ന ചോദ്യമാണ് ഏറ്റവും പ്രസക്തമാവുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർക്കടക്കം പരാതി നൽകാനുള്ള ഒരു തയ്യാറെടുപ്പിൽ കൂടിയാണ് കുടുംബം. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ഇവർ ഒളിവിലാണ് എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. ഇവരെവിടുത്തെ നേരത്തെ അനീഷ് പറഞ്ഞ സമയത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്നവരാണ്. നേരത്തെ ഇത്തരം എന്തെങ്കിലും ആക്ഷേപം ഇവർക്കെതിരെ ഉയർന്നിരുന്നോ? ഇവർ ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു സംഭവമാണ്. ഇതൊക്കെ അറിയണമെങ്കിൽ ഒരുപക്ഷെ ഇവരെ ചോദ്യം ചെയ്യേണ്ടി വരും. പക്ഷേ എന്തായാലും ചില കാര്യങ്ങളൊക്കെ ഇവരിൽ നിന്ന് വ്യക്തമാകണമല്ലോ. മറ്റ് വനിതാ ജീവനക്കാരോട് ഇവരിത്തരത്തിൽ പെരുമാറിയിരുന്നോ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ പോലീസിന് ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതിൻ്റെയൊക്കെ അന്വേഷണത്തിലാണോ? ഒപ്പം ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ അല്പസമയത്തിനവിടെ എത്തും എന്നാണ് മനസ്സിലാകുന്നത്. അവരും ഈ പറഞ്ഞതുപോലെ ഈ പെൺകുട്ടിയുടെ ഈ സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരണങ്ങൾ നൽകുമല്ലോ. ഈ സ്ഥാപനത്തിലെ ജീവനക്കാർ പൂർണ്ണമായും തങ്ങളുടെ ഉടമസ്ഥനെ, അതായത് ഈ സ്വകാര്യ ലോഡ്ജിന്റെ ഉടമയെ സംരക്ഷിക്കുന്ന രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. 6 വനിതാ ജീവനക്കാരാണ് ഈ സ്ഥാപനത്തിലാകെ ജോലിയെടുക്കുന്നത്. അതിൽ 3 ജീവനക്കാരും ഈ കെട്ടിടത്തിൽ നിന്നും ചാടിയ പെൺകുട്ടിയുടെ ഒപ്പമാണ് താമസിച്ചിരുന്നത്. മറ്റ് 2 ജീവനക്കാരുമായി നമ്മളൊക്കെ ആശയവിനിമയം നടത്തുമ്പോഴും അവർക്ക് അത്തരം ദുരനുഭവം ഈ ഉടമയിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടില്ല എന്നാണ് പറയാൻ കഴിയുന്നത്. ഒപ്പം ഈ പുറത്തു നിൽക്കുന്ന ഓരോ സമയവും ഈ ഇരയെ സ്വാധീനിക്കാനും ഇരയുടെ കുടുംബവുമായി ബന്ധപ്പെടാനൊക്കെയുള്ള പല വഴിയിലൂടെയുള്ള ശ്രമം നടത്തുന്നുണ്ട്. കാരണം എങ്ങനെയെങ്കിലും ഈ കാര്യങ്ങൾ ഒന്ന് ഒത്തുതീർത്ത് മുന്നോട്ട് പോകണമെന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ട് ഒരു വശത്ത്. അതിനാണ് പരമാവധി ഇയാൾ പുറത്തു നിൽക്കുകയും ഒരു വിലപേശൽ നടത്തുകയും ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യുക. മറുവശത്ത് നിയമപരമായ നടപടികൾ, മുൻകൂർ ജാമ്യം അടക്കമുള്ള നടപടികൾക്കായി ഇയാൾ നീങ്ങുന്നുമുണ്ട്. ഏറെ സമ്പന്നനായ ഒരാളാണ്. നേരത്തെ വർഷങ്ങളോളം കപ്പലിൽ ജോലി നോക്കിയായിരുന്നു. പിന്നീട് വലിയ സമ്പന്നനായി മാറുകയും അങ്ങനെയാണ് ഈ 4 സ്റ്റാർ സൗകര്യങ്ങളുള്ള ഈ ഒരു ലോഡ്ജിംഗ് സംവിധാനത്തിലേക്ക് തിരികുകയും ചെയ്തു. അതുകൊണ്ട് പുറത്തു നിൽക്കുന്ന ഓരോ നിമിഷവും ഇതെങ്ങനെ കേസ് അട്ടിമറിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഇരയെ സ്വാധീനിക്കാൻ എങ്ങനെ കഴിയും, നിയമ നടപടിക്രമങ്ങൾ വഴി എങ്ങനെ മുന്നോട്ട് പോകാം എന്നടക്കമുള്ള കാര്യങ്ങൾ ഇയാൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യ 2 ദിവസവും ഈ പ്രതികൾ മറ്റുള്ളവരുമായി ഫോണിൽ വിളിച്ചാൽ ബന്ധപ്പെടുകയും തങ്ങൾ ഒളിവിലല്ല, വിശദമായ വിവരങ്ങൾ വാർത്താ സമ്മേളനം വിളിച്ച് പുറത്തു പറയും, അതിനുള്ള ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്നൊക്കെ അവകാശപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീടാണ് ഈ കേസിന്റെ ഒരു ഗൌരവ സ്വഭാവം മാറുകയും ഈ പെൺകുട്ടിയുടെ കുടുംബം പൂർണ്ണമായും ആ പെൺകുട്ടിയോടൊപ്പം ഉറച്ചു നിൽക്കുകയും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് യുവതി അറിയിക്കുകയും ചെയ്തു. അതുകൂടിയാണ് ഇയാളുടെ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ ഏതാണ്ട് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൂടിയാണ് ഇയാൾ ഒളിവിലേക്ക് പോകുന്നത്. ഒരുപക്ഷെ ആദ്യ മണിക്കൂറുകളിൽ ഈ പ്രതികളിലേക്ക് പോലീസിനെത്താൻ വളരെ എളുപ്പമായിരുന്നു. പലരോടും ഫോണിൽ വിളിക്കുമ്പോഴൊക്കെ ഇയാൾ വിശദീകരണം നൽകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ആദ്യ മണിക്കൂറുകൾ നഷ്ടപ്പെടുത്തി പെൺകുട്ടിയുടെ വാക്കുകളെ പൂർണ്ണമായും വിശ്വസിക്കാതെ ഈ പ്രതിയുടെ ഭാഗത്തുനിന്നുള്ള ചില വിശദാംശങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരുന്നു എന്നൊരു സംശയമാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ പെൺകുട്ടിയെ മൊഴിയെടുക്കാൻ നിൽക്കുകയും ഈ പെൺകുട്ടി ഓരോ കാര്യങ്ങളും കൃത്യമായി വിശദീകരിച്ച് നൽകിയ ശേഷം മാത്രം ഒരു നടപടികളിലേക്ക് നീങ്ങാമെന്നൊരു നിലപാട് പോലീസ് സ്വീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യം. എന്തായാലും ഈ പുതിയ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടുകൂടി വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. യുവജന സംഘടനകളൊക്കെ ഇന്ന് തന്നെ ഈ മുക്കം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് 4 മണിക്ക് മാർച്ച് നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മറ്റ് സംഘടനകളുമൊക്കെ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരുക്കമാണ്. എന്താണ് ഈ പോലീസിന് ഈ കേസിൽ നടപടിയെടുക്കുന്നതിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നതെന്ന ചോദ്യമാണ് എല്ലാ കോണുകളിൽ നിന്നും ഉയരുന്നത്. കേരളത്തെ തന്നെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. ഒരു പെൺകുട്ടി എന്നെ ഒന്നും ചെയ്യരുതെന്ന് വിലപിക്കുന്ന ഒരു ദൃശ്യങ്ങൾ. ഒപ്പം മറുവശത്ത് വേട്ടക്കാരനായി ചെല്ലുന്ന ആ ഉടമ ആയ ആൾ തന്നെ മാനം പോകും എന്ന് പറയുന്നു. ഇയാൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ 3 മാസം മുമ്പാണ് ഈ കുട്ടി കണ്ണൂർ സ്വദേശിയാണ് ഈ സ്ഥാപനത്തിൽ ജോലിക്ക് പ്രവേശിച്ചത്. അന്നു മുതൽ തന്നെ ഇയാൾ പല രീതിയിലുള്ള പ്രലോഭനങ്ങളൊക്കെ ആയി ഒപ്പം ഒരു കരുതലൊക്കെ നൽകാനെന്ന് ഉള്ള രീതിയിലൊക്കെ പെൺകുട്ടിയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്താനുള്ള ഒരു നീക്കം നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഇയാളുടെ ഒരു ഇംഗിതം തിരിച്ചറിഞ്ഞ യുവതി സമർത്ഥമായി ഇയാളുടെ വലയിൽ നിന്നും ഒഴിഞ്ഞു മാറാനുള്ള നീക്കങ്ങൾ നടത്തുകയും ഒരു തൊഴിലുടമ എന്നതിലപ്പുറമുള്ള ഒരു തരത്തിലുമുള്ള ബന്ധത്തിലേക്ക് പോകാതിരിക്കാനുള്ള കൃത്യമായ
കൃത്യമായ ജാഗ്രത പുലർത്തുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ മധുരവാക്കുകൾ പറഞ്ഞു അടുത്തുകൂടിയപ്പോൾ അകന്നു മാറുന്ന ഒരു പ്രവണത കണ്ടു. അതുകൂടിയാണ് ഭീഷണിയുടെ സ്വരത്തിലേക്ക് വീണത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഈ യുവതിക്ക് ഇയാൾ അയച്ച വാട്സാപ്പ് ചാറ്റുകളുടെയും മറ്റുമൊക്കെ രേഖകൾ അവരുടെ കൈവശമുണ്ട്. ഈ പെൺകുട്ടിയെ നിരന്തരം പ്രലോഭനത്തിൽ അകപ്പെടുത്താനുള്ള ഒരു നീക്കം പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതടക്കമുള്ള തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടും. ഒപ്പം നിലവിൽ നടക്കുന്ന അന്വേഷണത്തെക്കുറിച്ച് ഒട്ടും തൃപ്തകരമല്ലാത്ത ഒരു സാഹചര്യമാണ് കുടുംബത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ പരാതി നൽകും. കേസിലെ അന്വേഷണം ഊർജിതമാക്കുക, പ്രതികളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുക എന്ന ആവശ്യവുമായി മുന്നോട്ട് പോവുകയും ചെയ്യും എന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും കുടുംബം പോലീസിനെ കൂടുതലായി സമീപിക്കാനുള്ള നീതി കിട്ടണമെന്നുള്ള ആവശ്യത്തിലാണ്. പക്ഷേ പോലീസിന്റെ നിസ്സംഗത അവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. MS സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. എറണാകുളം തൃപ്പൂണിത്തുറയിൽ ആത്മഹത്യ ചെയ്ത 9ാം ക്ലാസ് വിദ്യാർത്ഥിക്കെതിരെ വാർത്താക്കുറിപ്പ് ഇറക്കി ഗ്ലോബൽ സ്കൂൾ അധികൃതർ. മിഹിറിന്റെ കുടുംബത്തിന്റെ ആരോപണങ്ങൾ സ്കൂൾ അധികൃതർ തള്ളി. മിഹിർ സ്ഥിരം പ്രശ്നക്കാരനാണെന്നും അതുകൊണ്ടാണ് നേരത്തെ പഠിച്ച ജെംസ് സ്കൂളിൽ നിന്നും മാറേണ്ടി വന്നതെന്നും വാർത്താക്കുറിപ്പിൽ ആരോപിക്കുന്നു. അതേസമയം സംഭവത്തിൽ സ്കൂളുകൾക്ക് ഗുരുതര വീഴ്ചയെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കണ്ടെത്തൽ. ഇതിനിടെ സംഭവത്തിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ല എന്നാരോപിച്ച് KSU എറണാകുളം ജില്ലാ കമ്മിറ്റി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. സംഘർഷമുണ്ടായി, പോലീസ് ലാത്തി വീശി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, ഇതിപ്പോൾ ഇവരുടെ പുതിയൊരു നീക്കമാണ് ഈ സ്കൂളിൻ്റെ. കാരണം സ്കൂളിനെതിരെ ഉയർന്ന ആക്ഷേപങ്ങൾ അത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അന്വേഷണത്തിൽ അതിൻ്റെ സത്യം എന്താണെന്നുള്ളത് കൃത്യമായി വ്യക്തമായിരിക്കുന്നു. അതിൽ യാഥാർത്ഥ്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. അമ്മയുടെ പരാതി അവിടെ നിലനിൽക്കുന്നുണ്ട്. അമ്മ ശക്തമായ അന്വേഷണം വേണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് ഈ സ്കൂളിൻ്റെ പുതിയ നീക്കം. ഈ കുട്ടിയെ കുറ്റക്കാരനാക്കിക്കൊണ്ട് കുട്ടിക്ക് മേൽ എല്ലാ പ്രശ്നങ്ങളും ചാരിക്കൊണ്ട് എന്താണ് സ്കൂൾ ഉദ്ദേശിക്കുന്നത്? ഇത്തരമൊരു വാർത്താക്കുറിപ്പ് ഇറക്കാൻ അവരെ പ്രേരിപ്പിച്ചെന്താണ്? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഇത്തരം ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട നേരത്തെ മിഹിർ പഠിച്ചിരുന്ന സ്കൂളിലെ വൈസ് പ്രിൻസിപ്പാളിനെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ തുടർന്ന് ഈ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഹിയറിംഗ് ഉണ്ടാവുകയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഈ രണ്ട് സ്കൂളുകൾക്കും വീഴ്ച പറ്റി എന്ന് വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം അതിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ S. ഷാനവാസ് ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അമ്മ ചൂണ്ടിക്കാട്ടിയ പ്രശ്നങ്ങൾ സ്കൂൾ അഡ്രസ്സ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ മിഹിറിന്റെ മരണശേഷം അമ്മ സ്കൂൾ അധികൃതർക്ക് നൽകിയ പരാതിയിൽ ഈ റാഗിങ്ങിനെ പറ്റി വളരെ വ്യക്തമായിട്ടുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളൊന്നും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ല എന്ന് തന്നെയായിരുന്നു ഈ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട അവകാശം. അതായത് ഇരു സ്കൂളുകൾക്കും വീഴ്ച പറ്റിയെന്ന് പറയുമ്പോൾ ആ വീഴ്ച എന്താണെന്ന് വിശദീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹം ഈ ഒരു കൺക്ലൂഷനിൽ എത്തിയത്. ഇത്തരത്തിൽ രണ്ട് സ്കൂളുകൾക്കും വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന്. പക്ഷേ അതിനുശേഷം ഈ വാർത്താക്കുറിപ്പും കൂടി വരുമ്പോൾ രണ്ടും തമ്മിൽ വൈരുദ്ധ്യമുണ്ട്. കാരണം ഈ വാർത്താക്കുറിപ്പിലൂടെ ഇവർ പറയാൻ ശ്രമിക്കുന്നത് ഇത്തരം റിപ്പോർട്ടുകൾ തങ്ങൾ പോലീസിനെ അറിയിച്ചിരുന്നു, ഈ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടികൾക്കെതിരെ നടപടിയെടുക്കാൻ കഴിയില്ല, അവരുടെ മാനസികാരോഗ്യത്തിന് പ്രശ്നമുണ്ടാകും, അതല്ലെങ്കിൽ ചെറിയ കുട്ടികളാണ്, അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകും, നടപടി അതിലൊരു വ്യക്തതയില്ലാതെ വരുന്ന സാഹചര്യത്തിൽ ഒരിക്കലും പോലീസ് നടപടികളിലേക്ക് കടക്കരുതെന്ന് പോലീസിനോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു എന്നൊരു കൺക്ലൂഷൻ എന്നൊരു കാര്യം കൂടിയാണ് ഇവര് വ്യക്തമാക്കുന്നത്. പക്ഷേ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പറഞ്ഞതനുസരിച്ചും അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുൻപിൽ നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിലും ഇത് പോലീസിന് ഇത് രണ്ട് സ്കൂളുകളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെയായിരുന്നു. ആദ്യത്തെ സ്കൂളിൽ വൈസ് പ്രിൻസിപ്പാൾ അതായത് ഒരു പെൺകുട്ടിയെ
ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട്, അതായത് മിഹിറും സഹപാഠിയായ ഒരു പെൺകുട്ടിയും തമ്മിൽ തല്ലുണ്ടാക്കുന്നു. ഈ തല്ലിന്റെ പ്രശ്നമാണ് വൈസ് പ്രിൻസിപ്പാൾ മിഹിറിനെ ഒരാഴ്ച സസ്പെൻഷനിലേക്ക് നിർത്താനുണ്ടായ സാഹചര്യം ഉണ്ടായത്. പക്ഷെ ആ ഒരാഴ്ച സസ്പെൻഷൻ കഴിഞ്ഞപ്പോഴും ഈ വൈസ് പ്രിൻസിപ്പലിന്റെ പേഴ്സണൽ റെഫറൻസിന്റെ ഭാഗമായി അദ്ദേഹം സസ്പെൻഷൻ നീട്ടി എന്ന് തന്നെയാണ് പാരന്റ്സിന്റെ വാദം. അതുകൊണ്ട് തന്നെ ഇത് ബാലാവകാശ കമ്മീഷൻ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. മിഹിറിനെ വേറെ ക്ലാസ്സിലിരുത്തിയാണ് ആ സമയത്ത് എക്സാം എഴുതിച്ചത്. എക്സാമിന് സമയം തന്നെ ഇത്തരം നടപടികളിലേക്ക് പോയത് മിഹിറിന്റെ പഠനത്തെ ബാധിച്ചു എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു ഈ പറയുന്ന ജെം സ്കൂളിൽ നിന്നും ഗ്ലോബൽ സ്കൂളിലേക്ക് മാറ്റം വാങ്ങേണ്ട സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ ഗ്ലോബൽ സ്കൂളിലെ അധികൃതർ പറയുന്നത് 39 ദിവസമാണ്, അതായത് ക്രിസ്മസ് അവധിക്കാലം ഉൾപ്പെടെ നവംബർ സ്കൂളിൽ ജോയിൻ ചെയ്തു മിഹിർ. 39 ദിവസമാണ് ഇവിടെ അധ്യയന ദിവസമായിട്ടുണ്ടായിരുന്നത്. ഈ ദിവസത്തിലൊക്കെയും മിഹിർ പ്രശ്നക്കാരനായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലേക്കാണ് ഗ്ലോബൽ സ്കൂൾ അധികൃതർ പോകുന്നത്. മിഹിർ സ്ഥിരം പ്രശ്നക്കാരനായിരുന്നു. ഈ ജനുവരി 14 ഇത്തരമൊരു പ്രശ്നം, അതായത് മിഹിർ കൂടി ചേർന്ന ഒരു കുട്ടിയെ മർദ്ദിക്കുന്നു. ആ മർദ്ദനത്തിന്റെ പേരിൽ രക്ഷകർത്താക്കളെ വിളിപ്പിക്കുന്നു. അതിന് മിഹിറിന്റെ പാരന്റ് എന്നുള്ള നിലയിൽ മിഹിറിന്റെ രണ്ടാനച്ഛൻ അവിടെ എത്തുകയും പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് ഇനി ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ് വിടുകയുമായിരുന്നു എന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. പക്ഷേ അതിൽ നിന്നും വ്യക്തമാകുന്ന ഒരു ഈ ക്രൈം സീനിൽ, അതായത് ഈ കുട്ടികൾ മറ്റു കുട്ടിയെ മർദ്ദിക്കുന്ന ഇതിൽ മിഹിർ ഉണ്ടായിരുന്നില്ല എന്ന് കുട്ടികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷെ മിഹിറും ആ സമയത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് മിഹിറിന്റെയും കൂടി പേരിലേക്ക് അതിന്റെ കുറ്റം ചാർത്തപ്പെട്ടു എന്നാണ് പാരന്റ്സ് ആയാലും അവരുടെ സഹപാഠികളായാലും അതിൽ വ്യക്തത വരുത്തുന്നത് അങ്ങനെയാണ്. പക്ഷേ ഈ സ്കൂൾ അധികൃതർ അത് കൃത്യമായി അവന്റെ പേരിൽ തന്നെ ആയിരുന്നു. അത് ജനുവരി 14 എന്ന് പറയുന്ന ദിവസമാണ്, അതായത് പിറ്റേ ദിവസമാണ് മിഹിർ ആത്മഹത്യ ചെയ്യുന്നത്. ഈ പിറ്റേ ദിവസമാണ് പാരന്റിനെ സ്കൂളിലേക്ക് വിളിച്ച് സംസാരിപ്പിക്കുന്നത്. പക്ഷേ ഇവരുടെ നിരീക്ഷണം എന്ന് പറയുന്നത് അതിനുശേഷം മിഹിർ ക്ലാസ് മുറിയിൽ ശാന്തനായിരുന്നു. ബസ്സിൽ പോകുമ്പോൾ ഉറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് അതായത് മിഹിറിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രശ്നങ്ങളോടെ അല്ല മിഹിർ, അല്ലെങ്കിൽ മാനസികമായി ബുദ്ധിമുട്ടോട് കൂടിയിട്ടല്ല വീട്ടിലേക്ക് മടങ്ങിയത് എന്ന്, അതായത് വീട്ടിലുണ്ടായ പ്രശ്നമാണ് കുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് പറയാതെ പറയുകയാണ് സ്കൂൾ അധികൃതർ എന്നുള്ള കാര്യമാണ് ഇതിനോട് വ്യക്തമാകുന്നത്. പക്ഷേ വരും ദിവസങ്ങളിൽ ഇന്നലെ പ്രാഥമികമായിട്ടുള്ള മൊഴിയെടുപ്പുകളൊക്കെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഭാഗത്തുനിന്നും കഴിഞ്ഞെങ്കിൽ പോലും ഇനിയും സഹപാഠികളെ കാണാനുണ്ട്, അല്ലെങ്കിൽ സഹപാഠികളുടെ മൊഴിയെടുക്കാനുണ്ട്. അവരുടെ സോഷ്യൽ മീഡിയ ചാറ്റുകളുടെ ഡീറ്റെയിൽസ് ഹാജരാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ PTA കൂടിയിട്ടുള്ള അതിൻ്റെ മിനിറ്റ്സ്, PTA മീറ്റിംഗിൻ്റെ മിനിറ്റ്സുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തുടർ നടപടികൾ, ഈ ഹിയറിംഗ് പോലെ അല്ലെങ്കിൽ സിറ്റിംഗ് പോലെ അല്ലെങ്കിൽ പോലും തുടർ നടപടികളും മൊഴിയെടുപ്പും ചോദ്യം ചെയ്യലും ഇനിയും ഉണ്ടാകുമെന്നുള്ള സൂചന നൽകിയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ. വളരെ കൃത്യമായി തന്നെ ആജ്ഞ, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തെളിവെടുപ്പിൽ അവരുടെ കണ്ടെത്തലിൽ സ്കൂളിന് ഗുരുതര വീഴ്ചകൾ സംഭവിച്ചു, സ്കൂളുകൾക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചു എന്നുള്ള കണ്ടെത്തലുണ്ട്. അത് വളരെ പ്രധാനമാണ്. അതിനനുസരിച്ചുള്ള നടപടികൾ ഒരുപക്ഷെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാം. ഇതിനെ പ്രതിരോധിക്കാനാവാം ഈ സ്കൂൾ അധികൃതരുടെ ഇപ്പോഴത്തെ ഈ വാർത്താക്കുറിപ്പും ഈ കുട്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഈ കേസിനെ മറ്റൊരു തരത്തിൽ ഡൈവേർട്ട് ചെയ്ത് വിടുക എന്ന ലക്ഷ്യം കൂടി ഒരുപക്ഷെ ഈ സ്കൂളുകൾക്കുണ്ടായേക്കാം. തീർച്ചയായിട്ടും രഞ്ജിത്ത്, ആ ഒരു ലക്ഷ്യമാണ് എന്നാണ് പൊതുവേ ഒരു വിലയിരുത്തൽ അത്തരത്തിലാണ് വരുന്നത്. കാരണം ഈ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇത് കൃത്യമായി അസസ് ചെയ്ത് കഴിഞ്ഞു. ഇത് സ്കൂളുകൾക്കും ഗുരുതര വീഴ്ചയുണ്ടായി. വീഴ്ചയെന്ന് ചൂണ്ടിക്കാട്ടിയത് മാതാവ് നൽകിയ പരാതിയിൽ നടപടിയെടുത്തില്ല, തുടർ നടപടികൾ ഉണ്ടായില്ല, അതല്ലെങ്കിൽ അത് പോലീസിനെ ഇൻഫോം ചെയ്തില്ല എന്ന് തന്നെയാണ്. പോലീസിനെ ഇൻഫോം ചെയ്തില്ലെങ്കിൽ, കൃത്യമായ സമയത്ത് പോലീസിനെ ഇൻഫോം ചെയ്തിരുന്നെങ്കിൽ ഇത്തരം എൻക്വയറിയുമായി വരുന്ന ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് ഇപ്പോൾ ആ ചുമതലയിലുള്ളത്, അദ്ദേഹത്തിന് മുൻപാകെ പോലീസ് അതിന്റെ വ്യക്തത നൽകുമായിരുന്നു. അതേസമയം സ്കൂൾ അധികൃതർ അവകാശപ്പെടുന്നത് ഇങ്ങനെയാണ്: പോലീസിന് ഞങ്ങൾ ഇത് ഹാൻഡ് ഓവർ ചെയ്തിരുന്നു, പക്ഷേ ഇത്തരത്തിൽ ആരോപണ വിധേയരായ കുട്ടികൾക്ക് നേരെ തെളിവില്ലാതെ റാഗിങ്ങിന് കേസെടുക്കുക അല്ലെങ്കിൽ നടപടിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചുമത്തപ്പെടുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കും, അല്ലെങ്കിൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള ഒരു സാഹചര്യത്തിൽ സ്കൂൾ അവരുടെ റെപ്യൂട്ടേഷൻ നിലനിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി, അതിനുണ്ടായ അപമാനം റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് ആണ് ഇങ്ങനെ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയത് എന്ന് തന്നെ വേണം അനുമാനിക്കാൻ. കാരണം ഈ ആത്മഹത്യ നടന്ന ദിവസം മുതൽ ജനുവരി 15-നാണ്. ആ 15-ാം തീയതി മുതൽ സ്കൂൾ അധികൃതർ ഇക്കാര്യത്തിൽ മിണ്ടിയിട്ടേ ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. മിഹിറിന്റെ അമ്മ ഒരു തുറന്ന കത്ത് എഴുതിയപ്പോൾ മാത്രമാണ് ഇതിനകത്ത് എന്തെങ്കിലും നീക്കുപോക്കുണ്ടായതോ, അതല്ലെങ്കിൽ അമ്മയുടെ ഭാഗത്തു നിന്നല്ല പാരൻസിന്റെ ഭാഗത്തു നിന്നും അതിലൊരു അന്വേഷണം ഉണ്ടായ ശേഷമാണ് സ്കൂളിൽ ഇത്തരം
തീവ്രമായ തരത്തിൽ റാഗിങ്ങുകൾ നടക്കുന്നു, അതല്ലെങ്കിൽ ഇങ്ങനെ മിഹിറിനെ തന്നെ ഇത്തരത്തിൽ വളരെ മോശമായി, അതായത് നമ്മൾ പറയുമ്പോൾ തന്നെ അറയ്ക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായി എന്ന് അമ്മ ലെറ്ററിലൂടെ പുറത്തുവിടുമ്പോൾ അത് ഈ കൂട്ടുകാരുടെ ചാറ്റിങ്ങിലൂടെ വ്യക്തമായതാണ് എന്നുള്ള ഒരു സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയാണ് അവര് അത് പുറത്തേക്ക് വിടുന്നത്. വെറുതെ ഒരു ആരോപണമായിരുന്നില്ല, അല്ലെങ്കിൽ ശൂന്യതയിൽ നിന്നുണ്ടായ ഒരു ആരോപണം ആയിരുന്നില്ല അവർ മുന്നോട്ട് വെച്ചത്. അത്തരത്തിൽ കൃത്യമായ തെളിവോട് കൂടിയിട്ടാണ് അവർ ആരോപണം മുന്നോട്ട് വെച്ചത്. മാത്രമല്ല, മിഹിർ മരിച്ച ശേഷവും ആ കുട്ടികളത് ആഘോഷിച്ചു എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവർ ചോദ്യം ചെയ്യുന്നത് ആ കുഞ്ഞുങ്ങളുടെ മാനസിക ആരോഗ്യത്തെ പറ്റിയാണ്, അല്ലെങ്കിൽ ആ മാനസിക അവസ്ഥയെ പറ്റിയാണ്. തൻ്റെ മകനുണ്ടായ അവസ്ഥ മറ്റൊരു കുഞ്ഞിനും ഉണ്ടാകരുത് എന്നൊരാവശ്യം കൂടി ആ മാതാവ് പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. അതിനെയാണ് സ്കൂൾ അധികൃതർ കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കുന്നത് എന്ന് വേണം പറയാൻ. കാരണം ഇത്തരം അവസ്ഥ ആ സ്കൂളിലില്ല. അല്ലെങ്കിൽ റാഗിംഗ് ഉണ്ടെങ്കിൽ തങ്ങൾ അതിന്, ബുള്ളിങ് ഉണ്ടെങ്കിൽ തങ്ങൾ അതിന് കൃത്യമായ നടപടികൾ കൈക്കൊള്ളും. അങ്ങനത്തെയുള്ള ഒരു തരത്തിലുള്ള സംഭവങ്ങളും സ്കൂളിലില്ല എന്നും വാർത്താക്കുറിപ്പിൽ പറഞ്ഞു വെക്കുമ്പോൾ കണ്ണടച്ചിരുട്ടാക്കാനുള്ള ശ്രമം മാത്രമാണ് എന്ന് വേണം പറയാൻ. അതായത് ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ഗ്ലോബൽ സ്കൂൾ അധികൃതരുടെ വാർത്താക്കുറിപ്പ് അനുസരിച്ച് ജനുവരി 14 മിഹിർ ഉൾപ്പെടെയുള്ള സംഘം മറ്റൊരു കുട്ടിയെ മർദ്ദിച്ചു. ജനുവരി 15 മിഹിറിന്റെ രക്ഷകർത്താക്കളെ സ്കൂളിലേക്ക് വിളിപ്പിച്ചു. മിഹിറിന്റെ രണ്ടാം അച്ഛൻ സ്കൂളിലെത്തിയിരുന്നു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത് എന്ന ഉപദേശം നൽകി. മിഹിർ മരിച്ചത് ജനുവരി 15 മിഹിറിന് സ്കൂളിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അന്നേ ദിവസം സ്കൂളിൽ മിഹിർ സാധാരണ പോലെ പെരുമാറിയെന്നും സ്കൂൾ അധികാരികൾ പറയുന്നു. ക്ലാസ് മുറിയിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഇത് വ്യക്തമാണ്. മിഹിറിൻ്റെ മരണശേഷമാണ് സ്കൂളിലെ റാഗിങ്ങിനെ കുറിച്ച് പരാതി നൽകുന്നത് എന്നും ഇവരുടെ വാർത്താക്കുറിപ്പുണ്ട്. 39 ദിവസം മാത്രമാണ് മിഹിർ ഗ്ലോബൽ സ്കൂളിൽ പഠിച്ചത് എന്നും ഇക്കാര്യം ഉണ്ട്. ഏതായാലും ഇത്തരത്തിൽ കടുത്ത നടപടികൾ റാഗിംഗ് ഉണ്ടെങ്കിൽ കൈക്കൊള്ളും എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ വാർത്താക്കുറിപ്പിലൂടെ ഇവർ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് മറ്റു വാർത്തയിലേക്ക് പോകണം. കളമശ്ശേരി ബോംബ് സ്ഫോടന കേസ് പ്രതി ഡൊമിനിക് മാർട്ടിൻ്റെ വിദേശ ബന്ധത്തിൽ വീണ്ടും അന്വേഷണം. ഇന്റർപോളിന്റെ സഹായത്തോടെ അന്വേഷണം നടത്താൻ അനുമതി നൽകി ആഭ്യന്തര വകുപ്പ്. ഡൊമിനിക് മാർട്ടിൻ ദുബായിൽ ഇലക്ട്രീഷ്യനായി ജോലി ചെയ്തിരുന്ന കാലയളവിലെ പ്രവർത്തനങ്ങളാണ് അന്വേഷിക്കുക. പ്രതിക്കെതിരെ ചുമത്തിയിരുന്ന UAPA ഒഴിവാക്കിയിരുന്നു. ഡാനി പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? കൂടുതൽ അന്വേഷണത്തിലേക്ക് ഇന്റർപോൾ അടക്കം ഈ വിഷയത്തിൽ ഇന്റർപോളിൻ്റെ അന്വേഷണം നടത്താൻ അനുമതി നൽകി ആഭ്യന്തര നൽകുന്നതെന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി ഗൗരവ സ്വഭാവത്തിലേക്ക് മാറുകയാണ്. പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്ന UAPA ഒഴിവാക്കിയ പശ്ചാത്തലം കൂടിയുണ്ട്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം അടക്കമുള്ള കാര്യങ്ങൾ സമർപ്പിച്ചതാണ്. അന്ന് സമർപ്പിക്കുമ്പോൾ UAPA നിയമം അതിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരുന്നു. അത് സംസ്ഥാന സർക്കാർ അതിനുള്ള അനുമതി നൽകേണ്ടത്, പക്ഷേ അത് അനുമതി നൽകാത്ത സാഹചര്യത്തിൽ അത് ഒഴിവാക്കുകയും ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ചു. ഇപ്പോൾ വിചാരണ അതിൻ്റെ ഒരു നാൾവഴികൾ കാത്തിരിക്കുകയാണ്. 2023 ഒക്ടോബർ 29 ഇവിടെ കളമശ്ശേരി സാമ്ര കൺവെൻഷൻ സെൻറ്ററിൽ ഈ ബോംബ് സ്ഫോടനം നടക്കുന്നത്. 8 പേർ മരണപ്പെടുകയും 50 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 12 വയസ്സുള്ളൊരു കുട്ടി ഉൾപ്പെടെയാണ് മരണപ്പെട്ടത്. അപ്പോൾ ഇത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. വലിയ അന്വേഷണങ്ങളിലേക്കും എല്ലാം തന്നെ കാര്യം പോവുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ഇതിൽ പ്രതി ഡൊമിനിക് മാർട്ടിൻ മാത്രമാണ് പ്രതി എന്ന രീതിയിൽ തന്നെയാണ് കുറ്റപത്രം അടക്കം സമർപ്പിക്കപ്പെട്ടതും. ഇയാൾ കുറ്റമേൽക്കുകയും എല്ലാം തന്നെ ചെയ്തു. പക്ഷേ ഇതിൻ്റെ ഒരു സാഹചര്യങ്ങളെ സംബന്ധിയായ കാര്യങ്ങളിൽ ഇപ്പോഴും ദുരൂഹത നിഴലിക്കുന്നുണ്ട്. കാരണം ഇയാൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇയാൾ യൂട്യൂബ് നോക്കി ബോംബ് അതിൻ്റെ സാങ്കേതികവിദ്യ പഠിച്ചു. ഒരു തവണ മാത്രം ചെറിയ രീതിയിൽ അത് പരീക്ഷിച്ച് നോക്കിയിരുന്നു. IED സാങ്കേതികവിദ്യയിലുള്ളതായിരുന്നു ഇത് ബോംബ് നിർമ്മിക്കുകയും എല്ലാം തന്നെ ചെയ്തത്. അപ്പോഴും നിലനിന്നിരുന്നൊരു സംശയം എന്തായിരുന്നു ഇയാൾക്ക് ഇത് നേടിയെടുക്കാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു, യൂട്യൂബ് നോക്കിയാണോ ഇയാൾ പഠിച്ചത് എന്നതെല്ലാം തന്നെ പറഞ്ഞ് അന്വേഷണങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകുമ്പോഴും സംശയത്തിന് ഇട നൽകുന്നത് ഇയാൾ നേരത്തെ ജോലി ചെയ്തിരുന്നത് സൗദിയിലായിരുന്നു. അവിടെ വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു. അവിടെ കുറേ കാലം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇവിടേക്ക് എത്തുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടങ്ങളിലുണ്ടായിരുന്ന ഇയാളുടെ ഒരു പരിചയവും കാര്യങ്ങളും എന്തായിരുന്നു എന്നത് സംബന്ധിയായ കാര്യങ്ങളിലാണ് കൂടുതലും അന്വേഷണം നടക്കുന്നത്. നേരത്തെ തന്നെയും അന്വേഷണ സംഘം ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച്
ഒരു പ്രാഥമികമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തിയിരുന്നു. ഇയാളുടെ സുഹൃത്തുക്കൾ കാര്യങ്ങൾ സംബന്ധിയായ കാര്യങ്ങളിലൊരു അന്വേഷണം ഉണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി ആഴത്തിലേക്ക് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും രീതിയിൽ ഇയാൾ ഒരു സഹായമോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇയാൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യഹോവ സാക്ഷികളുടെ ഇയാൾ വിശ്വാസിയായിരുന്നു, പിന്നീട് അവരുമായി തെറ്റിപ്പിരിയുകയും ചെയ്തിരുന്നു. അപ്പോൾ അവർക്കെതിരെയുള്ളൊരു പ്രതികാര നടപടി എന്ന രീതിയിലാണ് താൻ ഈ ബോംബ് സ്ഫോടനം നടത്തിയത് എന്നെല്ലാമാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ കൂടിയും ഇത് സംബന്ധിയായ കാര്യങ്ങൾ കുറെ കൂടി അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന നിഗമനത്തിലാണ് ക്രൈംബ്രാഞ്ചുള്ളത്. അതിനുവേണ്ടിയാണ് വിദേശത്ത് അന്വേഷണം നടത്താൻ ഇന്റർപോളിന്റെ സഹായം തേടിയിരിക്കുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ ആഭ്യന്തര മന്ത്രാലയം അതിനുള്ളൊരു അനുവാദവും കാര്യങ്ങളുമെല്ലാം തന്നെ നൽകിയിരിക്കുന്നു എന്നതാണ്. ഇനി അതിൻ്റെ സാങ്കേതികതകൾ മറികടന്നുകൊണ്ട് അതിനുശേഷം ഇപ്പോൾ ഇന്റർപോളിൻ്റെ സഹായത്തിലേക്ക് അടക്കം നീങ്ങുകയും ഇയാളെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങളടക്കം ശേഖരിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. പ്രധാനമായും തന്നെ ഇതിൽ അന്വേഷിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദേശത്ത് എന്തായിരുന്നു അയാൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇയാൾ പറഞ്ഞിരിക്കുന്നത് അവിടെയുള്ള ജോലി നോക്കുകയായിരുന്നു, ഒരു അധ്യാപന രീതിയും കാര്യങ്ങളും എല്ലാം തന്നെ നാട്ടിൽ വന്നതിന് ശേഷവും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെന്തായിരുന്നു എന്നത് സംബന്ധിച്ച് കൃത്യമായൊരു വിശദാംശങ്ങളിലേക്ക് പോവുക എന്നത് തന്നെയാണ് അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ജോലി ചെയ്ത കാലയളവിൽ ഇയാളുടെ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ രീതിയിലേക്ക് ഒരു അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇയാൾ നേരത്തെ പലതവണ പോലീസിനോടും എല്ലാം ക്രൈംബ്രാഞ്ചിനോടും എല്ലാം ആവർത്തിച്ചിരുന്നത് ഇയാളെ ഇത് തനിയെ ഉണ്ടാക്കുകയായിരുന്നു, ഈ ബോംബ് സ്ഫോടനം നടത്തുന്നതിന് വേണ്ടി ഇതിൽ യൂട്യൂബ് നോക്കി പഠിക്കുകയായിരുന്നു എന്നെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പൂർണ്ണ അർത്ഥത്തിൽ ഇതുവരെയും അന്വേഷണ സംഘം എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. ഇത്തരം കാര്യങ്ങളിലാണ് കൂടുതലായിട്ടും ഒരു അന്വേഷണങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും പോകുന്നത്. എന്തായാലും കേരളത്തിൽ വളരെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമായിരുന്നു അന്ന് 2023 ഉണ്ടായിരുന്നത്. ഒരു ബോംബ് സ്ഫോടനം നമ്മുടെ നാട്ടിൽ നടക്കുക, അതിൽ 8 പേർ കൊല്ലപ്പെടുക, 50ഓളം പേർക്ക് ഗുരുതരമായ രീതിയിൽ തന്നെ പരിക്ക് പറ്റുക, അതെല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ചയാവുകയും എല്ലാം തന്നെ ചെയ്തതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളുടെ കൂടുതലൊരു വിശദാംശങ്ങളിലേക്ക് പോകാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്റർപോളിനെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത്. ഈ ക്രൈംബ്രാഞ്ചിന് ഇതുവരെയുള്ള അന്വേഷണത്തിൽ നമുക്കറിയാം എത്ര വർഷമായുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അവർ നടത്തിയ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ, ഈ പറഞ്ഞ കേസിൻ്റെ ഇയാൾക്കെതിരെ ഉപോത്ബലകമായുള്ള കണ്ടെത്തലുകൾ അത് പ്രധാനമാണല്ലോ. അത് ഏതൊക്കെ തരത്തിലാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡാനി? രഞ്ജിത്ത്, ഇക്കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് ഇതിൽ അന്വേഷണം നടത്തുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ഇപ്പോൾ വിചാരണ നടപടികൾക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നൊരു സ്ഥിതിയിലാണ് ഈ കേസുള്ളത്. അത്രത്തോളം എത്തിയ ഒരു കേസിനെ കുറച്ചുകൂടി വ്യക്തമാക്കുക, ഇനി മറ്റൊന്നും ഇതിലൊരു സംശയങ്ങളും അവശേഷിക്കുന്നില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക. കാരണം ഇത്തരം കാര്യങ്ങൾ ഇനി ഒരുപക്ഷെ വിചാരണ വേളയിൽ ഏതെങ്കിലും രീതിയിൽ അത് ഉപകരിക്കുമെങ്കിൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുന്നോട്ട് പോക്കിൽ അത്തരം കാര്യങ്ങൾ ഉയർന്നു വരുന്ന ചോദ്യങ്ങൾക്കെല്ലാം അത് സഹായകരമാകുമെങ്കിൽ ആ രീതിയിൽ കൂടി മുന്നോട്ട് പോകണമെന്നൊരു ഉദ്ദേശം ക്രൈംബ്രാഞ്ചിന് ഈ കാര്യത്തിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രീതി കൂടി അവലംബിക്കുക എന്ന രീതിയിലേക്ക് പോകുന്നത്. കാരണം ഈ കേസ് തുടങ്ങിയ നാൾ മുതൽ, ഈ കേസിൽ ഇയാൾ പിടിക്കപ്പെട്ട നാൾ മുതൽ പൊതുവിൽ ഉയരുന്ന സാധാരണക്കാർ പോലും ഉയർത്തുന്ന ഒരു സംശയം എന്നത് ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ഉഗ്രശേഷിയുള്ളൊരു സ്ഫോടക വസ്തു നിർമ്മിക്കാനായിട്ട് അത് സ്വായത്തമാക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ പറഞ്ഞാലും ഇത് ആ രീതിയിലേക്ക് നിർമ്മിച്ചെടുക്കുക. അത് മാത്രവുമല്ല, ഇയാളിതൊരു വലിയ രീതിയിലുള്ളൊരു പരീക്ഷണമോ കാര്യങ്ങളോ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. ഇവിടെ അങ്കമാലിക്ക് അടുത്ത ആ പ്രദേശത്ത് അയാളുടെ ഒരു വാടക വീടിൻ്റെ മുകളിൽ വെച്ചായിരുന്നു ഇതെല്ലാം തന്നെ ഈ ഘടകങ്ങൾ സംയോജിപ്പിച്ചത് എന്നെല്ലാം തന്നെ പറയുന്നുണ്ട്. അപ്പോഴും ഇതിൽ പരീക്ഷണം നടത്തിയോ എന്ന് ചോദിക്കുമ്പോൾ ചെറിയ രീതിയിൽ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിൻ്റെ ഒരു വലിയ രീതിയിലുള്ള പരീക്ഷണം നടത്തിയത് യഥാർത്ഥത്തിൽ ആ കൺവെൻഷൻ സെൻ്ററിന് അകത്ത് വെച്ചായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളെല്ലാം സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോഴും. കാരണം ഇയാൾ പറയുന്നത് അതേപടി തന്നെ വിശ്വസിച്ച് പോകാൻ ഇപ്പോഴും അന്വേഷണ സംഘത്തിന് കുറ്റപത്രം സമർപ്പിച്ചിട്ട് പോലും അവർക്കതിനെ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യത്തിൽ തന്നെയാണ് അവിടേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൂടി ക്ലിയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക, വ്യക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്ന രീതിയിലാണ് അന്വേഷണ സംഘം ഉള്ളത്. അതുകൊണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി അവർ ആ രീതിയിലേക്കുള്ള ഒരു അന്വേഷണത്തിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടായിരുന്നു സംസ്ഥാന സർക്കാരിനോട് ആഭ്യന്തര വകുപ്പ് ഈ രീതിയിലുള്ളൊരു അപേക്ഷ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. അതിനുള്ളൊരു അപേക്ഷയ്ക്ക് അനുമതി ആയിരിക്കുന്നു എന്നതാണ് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. രഞ്ജിത്ത്, ഡാനി പോളാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്ത,
കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ നൽകുന്നതാണ്. എറണാകുളത്തെ CSR ഫണ്ടിൻ്റെ പേരിൽ തട്ടിപ്പ്, സ്കൂട്ടറൊക്കെ പകുതി വിലയ്ക്ക് നൽകാമെന്ന് തട്ടിപ്പ് നടത്തിയ സംഘം, അതിലെ അറസ്റ്റിലായ പ്രതി തട്ടിപ്പ് നടത്തിയത് രാഷ്ട്രീയ നേതാക്കളുടെ ഒത്താശയോടെയാണെന്നാണ് സൂചന. കൊച്ചി നഗരമധ്യത്തിലെ അനന്തു കൃഷ്ണന്റെ ഫ്ളാറ്റിൽ കോൺഗ്രസ് BJP നേതാക്കൾ സ്ഥിരം സന്ദർശകരായിരുന്നുവെന്ന് ഫ്ളാറ്റ് ജീവനക്കാർ പറയുന്നു. സാറ് ഇടയ്ക്ക് വന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്. ഒരുപാട് തവണയായിട്ട് വന്നു പോയിട്ടുണ്ട്. ഒരുപാട് തവണയായിട്ടെന്നല്ല, ഒരു ഇടയ്ക്ക് ഇങ്ങനെ വന്നു പോകണം. അല്ലാണ്ട് ഇപ്പം എല്ലാ ദിവസവും വരുമോ അല്ലെങ്കിൽ ആഴ്ച വരുമോ അല്ല അങ്ങനെ മാസത്തിൽ വരുമോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇടയ്ക്ക് വന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്. അനന്തകൃഷ്ണൻ അല്ലാതെ വേറെ ആരൊക്കെയാണ് ഫ്ലാറ്റിൽ താമസിക്കുന്നത്? അനന്തകൃഷ്ണൻ സാറ് താമസിക്കുന്നുണ്ടായിരുന്നു. പിന്നെ സാറിൻ്റെ സ്റ്റാഫ് വേറൊരു ഫ്ലാറ്റ് താമസിക്കുന്നുണ്ട്. ആ 2 ഫ്ലാറ്റാണ് അവർ വാടകയ്ക്ക് എടുത്തിരുന്നത്. BJP നേതാവ് എൻ രാധാകൃഷ്ണൻ ഫ്ളാറ്റിൽ സന്ദർശനം നടത്തിയതിൻ്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, വലിയൊരു തട്ടിപ്പാണ്, 100 കോടി രൂപയ്ക്കടുത്തൊക്കെയുള്ള ഒരു തട്ടിപ്പ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിൽ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണോ? നമുക്ക് മനസ്സിലാക്കുന്നത് പോലെ ആരുടെയെങ്കിലുമൊക്കെ സഹായമില്ലാതെ ഇത്രയധികം കാര്യങ്ങളിൽ ഇയാൾക്ക് പങ്കാളിത്തം ഉണ്ടാകാൻ സാധ്യതയില്ല. അത്തരത്തിലുള്ള തെളിവുകളാണ് രഞ്ജിത്ത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അനന്തു കൃഷ്ണൻ നേരത്തെ നടത്തിയിരുന്ന ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ നടത്തിയിരുന്ന, അതായത് ഈ സ്കൂട്ടർ വിതരണം ചെയ്യുന്നതുമായി നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടകൻ എൻ രാധാകൃഷ്ണനും ഹൈബി ഈഡനുമായിരുന്നു. ഇവർക്കൊപ്പം നോട്ടീസിൽ അനന്തകൃഷ്ണന്റെ ഫോട്ടോയും കൂടി വെച്ചാണ് അയാൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണ പരിപാടികളൊക്കെ നടത്തിയിരുന്നത്. സ്ത്രീകൾക്ക് പകുതി വിലയിൽ ഇലക്ട്രിക് സ്കൂട്ടർ, തയ്യൽ മെഷീൻ, ലാപ്ടോപ്പ് തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുമെന്നുള്ള തരത്തിലായിരുന്നു പണം തട്ടിയെടുത്തത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ തട്ടിപ്പിന്റെ തുക ഇപ്പോൾ ഏതാണ്ട് 100 കോടിയിലടുത്ത് എന്നുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് എൻ രാധാകൃഷ്ണൻ നിരന്തരം അനന്തു കൃഷ്ണൻ താമസിച്ചിരുന്ന ഫ്ലാറ്റ്, അതായത് ഹൈക്കോടതിക്ക് സമീപത്തുള്ള അശോക് അപ്പാർട്ട്മെന്റ്സിലെ ഫ്ലാറ്റിലാണ് അനന്തകൃഷ്ണൻ താമസിച്ചത്. 2 ഫ്ലാറ്റാണ് അനന്തകൃഷ്ണൻ അവിടെ എടുത്തിരുന്നത്. ഒന്ന് അയാളുടെ 10ഓളം വരുന്ന സ്റ്റാഫുകൾ മറ്റൊരു ഫ്ലാറ്റിൽ താമസിച്ചിരുന്നു. അനന്തകൃഷ്ണനും അവിടെ മറ്റൊരു ഫ്ലാറ്റിൽ താമസിച്ചിരുന്നു. അങ്ങനെ 2 ഫ്ലാറ്റുകളാണ് അവിടെ എടുത്തിരുന്നത്. നിരന്തരം അദ്ദേഹം അവിടെ എൻ രാധാകൃഷ്ണൻ അവിടെ എത്തുകയും അതിന്റെ CCTV ദൃശ്യങ്ങളുമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ഇദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് സുരക്ഷാ ജീവനക്കാർ തന്നെയാണ് വ്യക്തമാക്കിയത്. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ വ്യക്തമാകുന്നുണ്ട് എൻ രാധാകൃഷ്ണൻ അനന്തകൃഷ്ണനെ സന്ദർശിക്കാൻ അവിടെ ഫ്ലാറ്റിൽ എത്തിയിരുന്നു എന്നുള്ളത്. മാത്രമല്ല, ഈ പരിപാടികളുമായി ബന്ധപ്പെട്ടുള്ള നേരത്തെ തന്നെ ഇത്തരം പ്രചാരണ പരിപാടികൾക്കൊക്കെ കൂടുതൽ പ്രാമുഖ്യം നൽകിയിരുന്നത് എൻ രാധാകൃഷ്ണന്റെ പേര് വെച്ചിട്ടായിരുന്നു എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ്. ഈ നോട്ടീസിൽ, നമ്മുടെ കയ്യിലുള്ള 2 നോട്ടീസിൽ, ഒന്നിന്റെ ഉദ്ഘാടകൻ ഹൈബി ഈഡനാണ്, മറ്റൊന്നിന്റെ എൻ രാധാകൃഷ്ണനാണ്. എൻ രാധാകൃഷ്ണൻ ഈ തട്ടിപ്പിന് ഒത്താശ ചെയ്യുന്നു എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ലാലി വിൻസെന്റ് പ്രമുഖ കോൺഗ്രസ് നേതാവ് കൂടിയാണ്. അവർ ഹൈക്കോടതി അഭിഭാഷകയുമാണ്. അവരും ഇടയ്ക്കിടെ ഫ്ലാറ്റിൽ വന്നു പോകാറുണ്ട്. ഈ ഫ്ലാറ്റിന്റെ പരിശോധനയ്ക്ക് പോലീസ് താക്കോൽ ആവശ്യപ്പെട്ടപ്പോൾ ഈ ലാലി വിൻസെന്റിന്റെ ബന്ധുവാണ് താക്കോൽ എത്തിച്ചത് എന്നൊരു ആരോപണം കൂടി ശക്തമായുണ്ട്. എന്തായാലും കോൺഗ്രസ് നേതാക്കളുടെയും BJP നേതാക്കളുടെയും ഒക്കെ സഹായത്തോടു കൂടിയാണ് അനന്തു കൃഷ്ണൻ ഈ തട്ടിപ്പിന് നേതൃത്വം നൽകിയത് എന്നുള്ള തരത്തിലുള്ള തെളിവുകളാണ് പുറത്തു വരുന്നത്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ ഇതുമായി ബന്ധപ്പെട്ട് അനന്തു കൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങാൻ മൂവാറ്റുപുഴ പോലീസും അതിനുള്ള കൊതമംഗലം പോലീസും തയ്യാറെടുക്കുന്നുണ്ട്. അതുപോലെ ഈ കേസിന്റെ കൂടുതൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിലാണ്. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം ക്രൈംബ്രാഞ്ചിന് ഈ കേസ് വിടാനുള്ള ഒരുക്കത്തിലായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തു വരുന്നത്. രഞ്ജിത്ത്, ഈ കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, ഇയാൾ അറസ്റ്റിലാണെന്നറിയാം. ഈ രാഷ്ട്രീയ ബന്ധത്തിനപ്പുറം ഇയാൾ തട്ടിപ്പ് നടത്തിയ വിവിധ മേഖലകളുണ്ട്, വിവിധ സ്ഥലങ്ങളുണ്ട്. അവിടത്തേക്കൊക്കെ അന്വേഷണം വ്യാപിച്ചിട്ടുണ്ടോ? പലരെയും ഈ തട്ടിപ്പിൽ ഇയാൾ പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി നമുക്ക് പുറത്തു വരുന്നുണ്ട്. അങ്ങനെ കൂടുതൽ പങ്കാളിത്തം സംബന്ധിച്ചുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ടോ ആജ്ഞ? തീർച്ചയായും രഞ്ജിത്ത്, കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസമാണ് കൊതമംഗലം പോലീസ് നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അവിടെ തന്നെ 9 കോടിയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കൂടുതൽ ജില്ലകളിലേക്ക് വ്യാപിക്കുന്നുണ്ട്. സംസ്ഥാനത്തൊട്ടാകെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുന്നുണ്ട്. കാരണം ഈ 100 കോടിയുടെ അടുത്തുള്ള ഫണ്ട് സമാഹരിക്കണമെങ്കിൽ അത്ര
ഇത്രയും ആളുകളെ 1000-ഓളം ആളുകളാണ് ഇടുക്കിയിൽ തന്നെ ചതിക്കപ്പെട്ടത് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ അത്രത്തോളം ആളുകൾ ചതിക്കപ്പെട്ടു, അല്ലെങ്കിൽ അവരെ വഞ്ചിച്ച ശേഷമാണ് ഇങ്ങനെ ഒരു വലിയ സ്കാം നടത്തിയത് എന്നുള്ള കാര്യമാണ് വ്യക്തമായി വരുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും വലിയ തട്ടിപ്പ് നടന്ന ഒരു സംഭവം കൂടിയാണ്. അനന്തു കൃഷ്ണന് രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധമുണ്ട് എന്നും ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട്. അതിനുള്ള CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഫ്ളാറ്റിലെ ജീവനക്കാർ തന്നെ ന്യൂസ് 18നോട് സംസാരിച്ചിരുന്നു. അവരുടെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. സാറ് ഇടയ്ക്ക് വന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്. ഒരുപാട് തവണയായിട്ട് വന്നു പോയിട്ടുണ്ട്. ഒരുപാട് തവണയായിട്ടെന്നല്ല, ഒരു ഇടയ്ക്ക് ഇങ്ങനെ വന്നു പോകണം. അല്ലാണ്ട് ഇപ്പം എല്ലാ ദിവസവും വരുമോ അല്ലെങ്കിൽ ആഴ്ച വരുമോ അല്ല അങ്ങ് മാസത്തിൽ വരുമോ അങ്ങനെയൊന്നും ഇല്ലായിട്ടില്ല. ഇടയ്ക്ക് വന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്. അനന്തകൃഷ്ണൻ അല്ലാതെ വേറെ ആരൊക്കെയാണ് ഫ്ലാറ്റിൽ താമസിക്കുന്നത്? അനന്തകൃഷ്ണൻ സാറ് താമസിക്കുന്നുണ്ടായിരുന്നു. പിന്നെ സാറിൻ്റെ സ്റ്റാഫ് വേറൊരു ഫ്ലാറ്റിൽ താമസിക്കുന്നുണ്ട്. ആ 2 ഫ്ലാറ്റാണ് അവർ വാടകയ്ക്ക് എടുത്തിരുന്നത്. ഇതോടെ സ്പോട്ട് ലൈവ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.